ദ പീപ്പിൾ ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വ്യാവസായിക സംരംഭവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത് ഒരു വ്യവസായം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ചെറിയ വ്യവസായം തന്നെയാണ് വൻ വ്യവസായത്തിലൊക്കെ എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു വ്യവസായം എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിലായിരിക്കണം. ഞങ്ങളൊരു കഴിഞ്ഞ വീഡിയോയിൽ അനിത ദിലീപിൻ്റെ ഒരു വ്യവസായം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നിരവധി പേർക്ക് ചെറുകിട വ്യവസായം തുടങ്ങുന്നവർക്കും മറ്റു വലിയ വ്യവസായം തുടങ്ങുന്നവർക്കും വളരെയധികം അത് ഉപകരിക്കുന്ന ഒരു നിർദ്ദേശം ബിസിനസ് പ്രൊമോട്ടർ മാണി പോൾ നൽകുന്നുണ്ട്. തീർച്ചയായും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്കത് ഒരുപാട് ഉപകരിക്കും. ചെറിയ വ്യവസായം തുടങ്ങുന്നവർക്കും അല്ലാത്തവർക്കും ഇതിനെക്കുറിച്ച് കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കുന്നതിനാണ് എൻ്റെ വിശ്വാസം. വീഡിയോയിലോട്ട് പോകാം. ദൈവത്തിനറിയാം ആരെല്ലാം ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് ആവശ്യമില്ല. യുവർ ബോഡി ക്യാൻ ബി ഹിയർ, യുവർ മൈൻഡ് മേ നോട്ട് ബി ഹിയർ. മനസ്സാണ്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാം. ദേഹത്തിന് കേൾക്കാൻ പറ്റും, ചെവിക്ക് കേൾക്കാൻ പറ്റും, മനസ്സിന് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേൾക്കുന്നത് വേറെ, ശ്രദ്ധിക്കുന്നത് വേറെ. സുഹൃത്തുക്കൾ സംസാരിക്കുന്ന സമയത്ത്, ക്ലയൻറ്റ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറെയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ വേറെയാണ്. എൻ്റർടൈനിങ് ആയിട്ടും ജോളി ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അത് നമ്മുടെ കഴിവല്ല, അത് നമ്മുടെ വീക്ക്നെസ്സാണ്. ക്യാൻ യു ഓൾസോ ലിസൺ ടു പീപ്പിൾ ഹു ആർ നോട്ട് ദാറ്റ് എൻ്റർടൈനിങ്? ഓർഡിനറി പീപ്പിൾ, വലിയ സ്മാർട്ടൊന്നും അല്ലാത്ത ആളെ നിങ്ങൾ എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു, അന്നാണ് വി ബിക്കം ഹ്യൂമൻ ബീങ്. എന്താണ്? അപ്പോഴാണ് ഹ്യൂമൻ ആവുന്നത്. അല്ലാതെ ഏറ്റവും വലിയ സംഭവങ്ങളെ ശ്രദ്ധിക്കുമ്പോഴല്ല. ഓക്കെ, സോ മൈൻഡ്, ദ സിക്സ്ത് സെൻസ് കോൾ മൈൻഡ്. 1 hour ഈസ് നോട്ട് എനഫ്, ഐ നോ ഇറ്റ്. ബട്ട് ഡെഫിനറ്റ്ലി നാളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദീസ് പീപ്പിൾ ടു reorganize this particular program. I'll do my best to come back and do it. Okay? So I'm just going to share with you some of the tips on how to be such. Camera ഇരിക്കുകയല്ലോ. സാധാരണ ക്യാമറ വെച്ച് നമ്മൾ ഒന്നും സംസാരിക്കത്തില്ല. അബദ്ധം പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് ഇവർ ടെലികാസ്റ്റ് ചെയ്ത് കളയും. എവിടെയാണ് ഓർഗനൈസേഴ്സ്? നിങ്ങളവിടെ ഇരിക്കണം. ഇത് മൈൻഡ് പ്രോഗ്രാമാണ്, ഇത് ജോളിയല്ല. കാരണം അത് ഐ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു ലേറ്റർ. ഓക്കെ? ഞാനൊക്കെ കുറച്ച് ഔട്ട് ഓഫ് സ്ക്രീൻ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. How to be successful in your any endeavor that you are going to take place. It can be learning, it can be work, it can be starting a business, it can be just your marriage. എല്ലാത്തിലും സക്സസ്ഫുൾ ആയിരിക്കണം. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, എല്ലാ ഏരിയയിലും നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കണം. പൈസ മാറാണ്ട് കുറച്ച് വട്ടുണ്ട്, സീറോ വാല്യൂ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സീറോ വാല്യൂ. അതുകൊണ്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ലേൺ ടു ഫോക്കസ് ഓൺ എവറിത്തിങ് ഇൻ ലൈഫ്. ഒന്നിനെയും ചെറുതായി കാണരുത്, ബന്ധങ്ങളെ ചെറുതായി കാണരുത്. ജസ്റ്റ് ബിക്കോസ് മണീസ്, അധികം നമ്മൾ മണീനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ദർ ഇസ് എ ഡിസീസ് കോൾഡ് ഒബ്സസീവ് ഡിസോർഡർ. ഒബ്സഷൻ, OCD എന്നൊക്കെ പറയും, കമ്പൾസറി ഡിസോർഡേഴ്സ്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ടെൻഡ് ടു ബിക്കം അവിടത്തിലോട്ട് കൂടുതൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് എതിലും കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ ആളൊന്നും ആവണ്ട. ഇന്നലത്തെ നിങ്ങളെക്കാട്ടിലും നാളത്തെ നിങ്ങൾ നന്നായാൽ മതി. ആരെക്കാട്ടിലും? ഇന്നലത്തെ എന്നെക്കാട്ടിലും. ഇന്നലത്തെ മാണിപ്പോളെക്കാട്ടിലും നാളത്തെ മാണിപ്പോൾ നന്നായിരിക്കണം. ഇനി ഒരാളെക്കാട്ടിലും നന്നാവണം, മറ്റവനെക്കാട്ടിലും നന്നാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ that can create a lot of problem, because മറ്റാണ് തന്നെ ബിലോ ആവറേജ് ആയിരിക്കും, മറ്റൻ തന്നെ ഒരു പൊട്ടനായിരിക്കും. കാരണം യു ആർ സപ്പോസ് ടു ഗ്രോ ഇൻ യുവർ ലൈഫ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ലോക്കൽ അല്ല. യു ക്യാൻ ഈവൻ ബിക്കം ഇന്റർനാഷണൽ ആസ് സം ലീഡേഴ്സ് വർ ടോക്കിംഗ് വെൻ ദേ കേം അപ്പ് ഹിയർ. കാരണം നിങ്ങൾ തുടങ്ങുന്നത് എവിടെയായിരിക്കും, എത്തുന്നത് എവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയത്തില്ല. ആൻഡ് ഇന്ത്യ ഈസ് ഗ്രോയിങ് bigger than we actually think. Okay, so our opportunities are very, very big. So if you want to become successful in your career, whatever is taking place, ഞാൻ ചെറുതായിട്ട് ഇത് മാത്രം പറയാം. 24 years back എൻ്റെ ക്ലാസ്സിൽ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന പയ്യനാണ്. ഒന്ന് കൈ നോക്കിക്കണം. അന്ന് 19 വയസ്സായിരുന്നു. ഗുരു നന്നായിരുന്നുകൊണ്ട് എൻ്റെ ഹെയർ സ്റ്റൈല് കിട്ടി. എന്നെ വളരെ അഡ്മയർ. സോ ഇന്റലിജൻസ് നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം അവർ പറഞ്ഞല്ലോ അവിടെ കോയമ്പത്തൂരിൽ എന്താ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ് പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ കൈയെല്ലാം പൊക്കിയല്ലോ. റോബോട്ടിക്സിൽ അവർ ഓൾ പ്രീ ഫാബ്രിക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ
ഫ്രീ ഫാബ്രിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഫീൽഡ് യു ഗോയിങ് ടു ഡു, ഗെറ്റ് ദ നോളജ് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഫീൽഡ് മാക്സിമം. ആ ഫീൽഡിൽ നിങ്ങളെ വന്ന് വേറെ ആരും പഠിപ്പിക്കരുത്. അതാണ് ഇന്റലിജൻസ്. ഓക്കെ, അല്ലെങ്കിൽ അതുകൊണ്ട് സക്സസ്ഫുൾ ആവണമെന്നില്ല. Because all the knowledge about that particular field will give you only 25% success and you can be a failure. 25% എന്ന് പറയുന്നത് സക്സസ് ഒന്നല്ല. എനിക്ക് ആ തൊഴിൽ മൊത്തം അറിയാം, അങ്ങനെയാണ് പലരും പോയിട്ട് പിച്ച കഷ്ടത്തിലായത്. എല്ലാം അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഡയമണ്ട് കട്ടിങ്ങിനെ പറ്റി അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഐ നോ ദ ഫീൽഡ് വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Because there are other areas which is going to make you really successful. We need to take care of that area. 75%. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അതേ നേരത്തെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലിസൺ ടു മീ. ബിക്കോസ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം സത്യം, സത്യം അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് നുണ തുടങ്ങുന്നത്. ഇല്ല, ഞാൻ പറയുന്നതെല്ലാം, ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഞാൻ പറയുന്നതെല്ലാം സത്യം, സത്യമല്ലാതെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആൾക്കാർ തുടങ്ങുന്നത്. So you need not believe what I am saying. At the same time, don't reject. Just listen to me. Give people a chance. Okay, give people a chance. Okay, വെറുതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഫോർ ദാറ്റ് മാറ്റർ എന്തിനും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്റെ ബിസിനസ്സിൽ നിങ്ങൾ ഇട്ടാൽ ഞാൻ അപ്പ ഇതാക്കി തരാന്ന് പറയും. അങ്ങനെയാണ് എന്റെ 1.5 കോടി പോയത്. ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും. അവർ പറയുന്ന സമയത്ത് കേൾക്കാം. സ്വന്തം അച്ഛൻ പറഞ്ഞാൽ പോലും കേൾക്കാനേ പഠിക്കാവൂ. കാരണം അച്ഛൻ ആരെങ്കിലും മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടാവും. അച്ഛൻ പറഞ്ഞിട്ട് നിങ്ങൾ കയറി അവിടെ വല്ലതും പൈസ ഇടും. പിന്നെയാണ് അറിഞ്ഞത് അച്ഛൻ പറയും എനിക്ക് അബദ്ധം പറ്റിയിടുന്നത്. അപ്പം പൈസ പോയത് നമ്മുടെയാണ്. അത് കാരണം ആര് പറയുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ച് അലേർട്ടായിരിക്കണം. ബി അലേർട്ട്. ഐ എം എ ട്രെയിനർ ഓൺ ബീങ് അലേർട്ട് ടു SPG ഓഫീസേഴ്സ്. SPG എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. ദേ കോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ദ എലൈറ്റ് ഫോഴ്സ് ഓഫ് ഇന്ത്യ. PMന്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണ്. ഐ ട്രെയിൻ ദം ഫോർ ദ ലാസ്റ്റ് 3 years. ഓക്കെ, അലേർട്ട്നെസ് എന്നത് എൻ്റെ ഒരു സബ്ജക്റ്റാണ്. So coming back here, one is called behavior, one is called emotion, and one is called communication skill. Communication skill. How do you communicate? Stage in the samsarikunnavarellam communicators are. But do you want to become a communicator or do you want to be an effective communicator? Effective communicators ചെറിയ വ്യത്യാസം ഉണ്ടാവും. Communicators can talk, but effective communicators can influence. What is the difference? സംസാരിച്ചാൽ മതിയാവില്ല. Can you influence? I can go and talk to my son, I can talk to my daughter, but can you influence your daughter? അതാണ് നമ്മൾ അറിയേണ്ടത്, കമ്മ്യൂണിക്കേഷൻ. So influence എന്ന് പറയുന്ന ഏരിയയിൽ we need to understand, when you talk, your sound comes and go through my ear and go to my head. തലേ പോയി കഴിഞ്ഞാൽ അറിയാം. തലേ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നത്? വെറുതെ പറയാം എന്ന് പറയണം. അറിയാം, എനിക്കറിയാം. മനസ്സിലാക്കിയിട്ടില്ല. അതിനാണ് അച്ഛനും അമ്മയും മക്കളെ ഇരുത്തി 1 മണിക്കൂർ കാര്യം പറഞ്ഞിട്ട് അവസാനം ചോദിക്കും മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ ഓ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എവിടെ എന്ന്. മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല, തലയിലാക്കി കൊടുക്കാം. തലയിൽ എല്ലാ കാര്യങ്ങളും പോകും. സ്നേഹം, കമ്മിറ്റ്മെന്റ്, ഡ്യൂട്ടി, ഐ എം കമ്മിറ്റഡ് ടു ദ കമ്പനി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ കാണും. അങ്ങനെ മനസ്സിൽ വരാതെ ഇതൊന്നും പ്രവൃത്തിയായി മാറത്തില്ല. ബിക്കോസ് മൈൻഡ് മൂവ്സ് മാറ്റർ. Mind is moving the matter. Matter എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബോഡി 72 trillion cells in your body is constantly moved by your mind. Mind ആണ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Mind works 24/7. Whereas your hard work, നമ്മുടെ ഹാർഡ് വർക്ക്, വിൽ പവർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ have lot of limitation. Lot of people will tell you go and do hard work എന്ന് പറയും. എന്ത് വർക്ക്? ഹാർഡ് വർക്ക് എന്ന് പറയും. Please don't be carried away by that kind of statements. കാരണം പറഞ്ഞവരെല്ലാം വലിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്നെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത്. എന്താണ് കാരണം? ഐ എം കോൺട്രഡിക്റ്റിംഗ് യു. ഹാർഡ് വർക്ക്. അതെന്താ ഹാർഡ് വർക്ക്? ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്ത് 7 കൊല്ലം ഞാൻ ഹാർഡ് വർക്കാണ് ചെയ്തത്. മാത്സിന് എന്താണ് ഹാർഡ് വർക്ക് ചെയ്തു, കിട്ടിയത് 10 മാർക്ക്. കാരണം ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ ഹേർഡ് മൈ ടീച്ചർ, whereas my friend Balaji was listening to my teacher. അവന് 90 മാർക്കും കിട്ടി, ബാക്കി 10. നിങ്ങൾ വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ടില്ല എന്ന്. ഏറ്റവും കൂടുതൽ ട്യൂഷൻ പോയിരിക്കുന്നത് ഞാനാണ്. മറ്റവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് മാത്തമാറ്റിക്സ്, പൈത്തഗോറസ് തിയറം എന്തിനാ പഠിച്ചെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. റോഡ് ക്രോസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അത് നേരത്തെ പൈത്തഗോറസ് തിയറി 1 കൊല്ലം മൊത്തം നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ തിയേറ്ററിൽ അപ്പൊ when I went in the classroom I did all hard work, but when I went to a theater, did you do any hard work? വെറുതെ ഒരു തിയേറ്ററിൽ കയറിപ്പോയി. അവിടെ ഞാൻ 16 വയസ്സുള്ളപ്പോൾ തമിഴ് പടം ഞാൻ കണ്ടു, ശിവാജിയുടെ തമിഴ് പടം. ആ പടം കണ്ടു, പുറത്തിറങ്ങി വന്നു. ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ആരുകട ആ പാട്ട് അറിയുമെന്ന്. അന്നൊന്ന് വാക്ക്മാനും ഒരു സാധനവും ഇല്ല. തിയേറ്ററിൽ കേട്ടാൽ മാത്രമേ പാട്ട് കേൾക്കാൻ പറ്റൂ.
ആ പാട്ട് കേട്ടിട്ട് വന്ന് നെക്സ്റ്റ് ഡേ പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് ആ പാട്ട് പാടി. അടിയന്നടീറക്കമ്മ പല്ലാക്ക് പാടിയില്ലേ? മലയാളികൾ പോലും ആ പാട്ട് പാടും, ആണോ ഇല്ലേ? മൊത്തം പാടി, ഒരു തെറ്റില്ലാതെ പാടി. ടീച്ചർ നെട്ടി. കാരണം വേറെ ഒന്നുമില്ല, തിരുക്കുറൾ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ 2 ലൈൻ പറയാൻ പറ്റാത്തവൻ ഒരു കൊല്ലായിട്ട് കക്ക കസറ എന്നിട്ട് നിന്നുകൊണ്ടിരിക്കും. ഒരു കൊല്ലം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പറയാൻ പറ്റുന്നില്ല. എക്സാമിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതില്ല. അത് നേരത്തെ ഒരിക്കൽ കണ്ട ഈ സിനിമേനെ മൊത്തത്തിൽ കാതലിക്ക് പെണ്ണിൻ കൈകൾ തൊട്ട് നീക്കിനാൽ എന്നിട്ട് നമ്മുടെ മലയാളി പോയി തമിഴ് പോലും അറിയാത്തവരാണ് പാടിക്കൊണ്ട് നടക്കുന്നത്. കാരണം തിയേറ്ററിൽ പോയത് പഠിക്കാനല്ല, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു. സ്കൂളിൽ പോകുന്ന എന്തിനാണ്? അതാണ് പറ്റാത്തത്. അന്നായിട്ട് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ എടുക്കാനാണ് ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തിലാക്കണമെങ്കിൽ മനസ്സിലാക്കണം. എന്തിലാക്കണം? മനസ്സിനെ ഒന്ന് തുറപ്പിക്കണം. മനസ്സ് തുറക്കണം. നിങ്ങൾക്ക് എന്ത് പ്രായം, ഐ എം നോട്ട് ബോതേർഡ്. അതൊക്കെ നിങ്ങൾക്കാണ് അറിയുന്നത്. മനസ്സിനറിയുന്ന കാര്യങ്ങളൊക്കെ വേറെയാണ്. മനസ്സിന് വല്ലതും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ മൈൻഡ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേ. അതിൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ വേറെ രീതി. അതാണ് ഒരു മനസ്സിൻ്റെ അകത്ത് കൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ സസ്റ്റൈനബിൾ ചേഞ്ച്. തലേ വരുന്നത് നിങ്ങളെ മാറ്റത്തല്ല. സോ ഇഫ് യു വാണ്ട് ടു ഹാവ് എ ചേഞ്ച്, കാരണം ഇന്റൻഷൻ ഓഫ് എനി ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ടഡ് എനിവെയർ ഇൻ ദ വേൾഡ്, എവിടെയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ അതിൽ ഒരു ഇന്റൻഷനേ ഉള്ളൂ, ക്രിയേറ്റ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ദ പേഴ്സൺ. എന്താണ്? ടു ക്രിയേറ്റ് എ പെർമനന്റ് ചേഞ്ച്. ഈ മുറിയിൽ ഈ ഇംഗ്ലീഷ് നമ്മുടെ ബ്രൂസ്ലിയുടെ സിനിമ കണ്ടിട്ട് നമ്മൾ ആൾക്കാർ ഇറങ്ങി വരും. കണ്ടിട്ടില്ല എങ്ങനെയാണ്? ആരെങ്കിലും ഒന്ന് ഇടിക്കാനോ? അതിനടുത്ത് മറ്റേ അനീതി പ്രാവൊക്കെ കണ്ടിട്ട് വരുമ്പോ ഇങ്ങനെ കരുതോട്ട് ഇങ്ങനെ വരുമ്പോ ചേട്ടാ പോകുന്നു. മറ്റേ ബൈക്കിൽ മറ്റേ സിനിമ എങ്ങനെയാണ്? വീട്ടിലൊക്കെ പോയി അവരിരുന്ന് ഊടൊക്കെ കഴിഞ്ഞ് പാഴൊക്കെ എടുക്കുമ്പോൾ മസിലൊക്കെ റെഡിയാവും. എന്താണ് മസിലൊക്കെ റെഡിയാവും? അത് ബ്രൂസ്ലിക്ക് കൊള്ളാം, നമുക്കൊക്കെ ഇതൊക്കെ മതി എന്നിട്ട് നമ്മൾ റെഡിയാവും. ചേഞ്ച് ഇവിടെ നിന്ന് ഒരു മാറ്റമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നവർക്ക് ആ ചേഞ്ച് പെർമനന്റ് ആയിരിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ലോഡഡ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ അറിയാൻ പാടില്ല, ലോഡ് ചെയ്തതുപോലെ നിങ്ങൾ അറിയരുത്. കാരണം നമ്മൾ അറിയാതെയാണ് നമ്മുടെ അകത്ത് കുറെ ചപ്പും ചവറും കയറിപ്പോയത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എന്തെങ്കിലും ക്ലിയർ ആക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു നീഡ് ടു നോ വാട്ട് ഈസ് യുവർ ബിഹേവിയർ. വാട്ട് ഈസ് എ ബിഹേവിയർ? Behavior determines a lot of things. The way I stand is my behavior. The way I talk is my behavior. The way I look is my behavior. നടക്കുന്ന എൻ്റെ ബിഹേവിയറാണ്. ഇങ്ങനെയാണ്. ചിലവരൊന്ന് പറയും, ഇങ്ങനെ ഒന്നിട്ട് പറയും, ഐ ആം വെരി വെരി കോൺഫിഡൻറ്റ്. എന്താണ് ഇവന്റെ കോൺഫിഡൻറ്റ്? എങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നേരെ ഓഫീസിൽ പോയി. ഓഫീസിൽ പോയപ്പോൾ ബോസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ പോയപ്പോൾ അവിടെ പോയി ബോസ് നല്ല ചെത്ത് നല്ല സ്മാർട്ടായിരിക്കുന്ന പെൺകുട്ടി നേരെ പോയിട്ട് അമ്മയുടെ ഓർഡർ എടുക്കാൻ പോയിരിക്കുകയാണ് 3 കോടിയുടെ. നേരെ പോയിട്ട് ഇങ്ങനെ നോക്കിയാ ഇനി ഓർഡർ കിട്ടോ കിട്ടില്ല. ഒരു പെൺകുട്ടിയെ നോക്കാൻ അറിയില്ലേ? വേണോ വേണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ മാണിപ്പാൾ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മോള് പോവാൻ ഇങ്ങനെ നോക്കിയാ തല്ല് കിട്ടണോ വേണ്ടേ? നോക്കാൻ പഠിക്കണം. തമാശയായിട്ട് പറഞ്ഞാലും നോക്കാൻ പഠിക്കണം. ഒരു നോട്ടം തെറ്റിയാൽ മതി. തമിഴിൽ പറയുമ്പോ പാർവൈ ഒന്ന് പോതുമേ 10,000 சொல் വേണ്ടുമാ. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മലയാളമല്ല. ഒരു നോട്ടം തെറ്റിയാൽ പോയി. 55 മാർക്കാണ് ബോഡി ലാംഗ്വേജിന്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, മനസ്സിലാക്കി തരാനാണ് വന്നിരിക്കുന്നത്. ദ ടൊണാലിറ്റി അമൗണ്ട്സ് ടു അറൌണ്ട് 38%. 38%. മലയാളത്തിനൊക്കെ 7 മാർക്കേ ഉള്ളൂ. Communication skill തെറ്റിക്കഴിഞ്ഞാൽ the only way you can reach out to anybody else in the world, whether you have a wonderful product, but if you can't reach out to the world, the only way you can reach out is through your communication skill. അല്ലാതെ വേറെ ഒരു വഴിയില്ല. There is no other way. നിങ്ങൾക്ക് ഇവിടെ ഫോണുണ്ട്, നെറ്റ് ഇല്ലെങ്കിൽ പിന്നെ വല്ല കാര്യമുണ്ടോ? ഐഫോൺ ഉണ്ട് സർ, 1,00,000-ൻ്റെയാണ്, നെറ്റാണ് ഇല്ലാത്തത്. ഐഫോൺ വെച്ചിട്ട് എന്ത് കാര്യം? If you can't reach out to the world, you are finished. And the only way a person can reach out to the world is through proper communication skill. And you thought the conscious mind of the people are the decision maker. Sorry, it is not. ഒരു വീട്ടിൽ പോയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ഇൻഷുറൻസ് വിൽക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മീശയൊക്കെ വെച്ചിട്ട് ഒരാൾ ഇരിപ്പുണ്ട്, നല്ല സ്മാർട്ടായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇയാളാണ് ഡിസിഷൻ മേക്കർ. നമ്മൾ കയറി 1.5 മണിക്കൂർ സംസാരിക്കുകയാണ്. ആക്ച്വലി അടുക്കളയിൽ ഒരാളുണ്ട്, അവരവിടെ നോക്കിയിട്ട് ഇയാളെ നോക്കിയിട്ട് ഞാൻ വെറുതെ കേട്ടോണ്ടിരിക്കല്ലേ. ഡിസിഷൻ മേക്കർ അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ നടിക്കുകയാണ് ഡിസിഷൻ മേക്കറെ പോലെ. Actually, the decision maker in everybody's life is not a conscious mind. It is a subconscious mind. അതിനെ എങ്ങനെ നിങ്ങൾ റീച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. അതിനെ സപ്ലിമെന്റൽ ആഡ്സ്. I do programs for ad agencies, subliminal ads.
സബ്ലിമൽ എന്ന് വെച്ചാൽ പറയാതെ, വിച്ച് ഇസ് ഗോയിങ് അണ്ടർ ദ എന്ന് വെച്ചാൽ നമ്മുടെ അതിനെ ഞങ്ങൾ പറയുന്നത് സ്റ്റെൽത്ത് എന്ന് പറയും. സ്റ്റെൽത്ത് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സ്റ്റെൽത്ത് എന്ന് വെച്ചാൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്. നേരെ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരും. ആ വന്നു പോയത് ആ നാട്ടുകാർക്ക് അറിയില്ല. ബിക്കോസ് ഇറ്റ് ഫ്ലൈസ് അണ്ടർ ദ റഡാർ. അപ്പൊ ഇതേപോലെ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെൻ യു ആർ ഗോയിങ് ആൻഡ് ടോക്കിംഗ് ടു എ ക്ലയന്റ്, യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് യുവർ മൈക്രോ എക്സ്പ്രഷൻസ്. മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്നതല്ല. പിന്നെ എയർ ഇന്ത്യയിൽ നമ്മൾ കയറി പോകുമ്പോൾ അവരെന്ത് ഇങ്ങനെയാണ്. അപ്പൊ പേടിച്ചു പോയി. കാരണം ഇത് ചിരിക്കല്ല. മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺട്രോൾ ബൈ യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ദ ക്ലയന്റ്സ് ഗെറ്റ് എ വൈബ്രേഷൻ ഫ്രം യു. ഒരു വൈബ്രേഷൻ ആണ് അത്. And if I like you, I'm telling you, if I like you, I like your product. And even if your product is not up to the mark, I will give you a chance. If I don't like you, even if your product is the best, who is bothered? I don't want. ഒരു കസ്റ്റമർ കടയിൽ കയറിപ്പോയി, അവരുടെ ബിഹേവിയർ മോശമായിരുന്നു. സത്യം പറഞ്ഞത് നല്ല ഷർട്ടാണ്, എടുക്കാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ബിഹേവിയർ മോശമായതുകൊണ്ട് എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ആണോ ഇല്ലേ? So we need to understand human mind, subconscious mind is such a strong force. ഒരു 18-19 വയസ്സ് പെൺകുട്ടി അച്ഛന് ജീവൻ കൊടുക്കും, അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കും, അനിയത്തിക്ക് വേണ്ടി ജീവൻ കൊടുക്കും. അമ്പലം പോണെങ്കിൽ അമ്മയുടെ കൂടെ മാത്രമേ പോകുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന അത്രയും നല്ല കുട്ടിയെ ഒരു പയ്യൻ വന്ന് നോക്കി ചിരിച്ചു. അവളും ചിരിച്ചു. ഹൈദരാബാദ് പോകാന്ന് പറഞ്ഞു. അടുത്ത ദിവസം കാലത്ത് ഹൈദരാബാദ് എത്തി. ഞാൻ കളിയാക്കി പറയുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും. എന്ന് വെച്ചാൽ ആ നേരത്ത് കോൺഷ്യസ് മൈൻഡ് ഷട്ട്സ് ഡൗൺ. കോൺഷ്യസിന് പവർ ഉണ്ടാവില്ല. ഒടുക്ക ആ അടുക്കളയിലത്തെ ലേഡി അവസാനം പറയും വാങ്ങിച്ച കുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വാങ്ങിക്കത്തില്ല. നമ്മൾ തടിയും പൊക്കം ഉണ്ടായിട്ട് ദേഹത്തിനുണ്ടായിട്ട് കാര്യമില്ല. ബിക്കോസ് ദ ഡിസിഷൻ മേക്കർ കോൺഷ്യസ് മൈൻഡ് അറിയാം. അച്ഛൻ പാവാണ്, അമ്മ വീട്ടിൽ നിന്ന് കുടുംബ പേര് പോവും, അനിയത്തിക്ക് കഷ്ടമാണ്, ഞാൻ ഇതൊക്കെ ചെയ്താൽ എല്ലാവർക്കും നഷ്ടമാണ്, നാശമാണ്, എല്ലാം കോൺഷ്യസ് മൈൻഡ് നോസ്. But the thing is that the decision maker in all of us life is not the conscious mind, it's a subconscious mind. അത് പെട്ടെന്ന് ആ reptile mind when it says I want to be with them എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ ഹൈദരാബാദ് എത്തി. ഇങ്ങനെയാണ് ആൾക്കാർ എത്തുന്നത്. അങ്ങനെ എത്തി വിളിക്കാൻ ആരും കുറ്റൊന്നും പറയണ്ട. ഭാഗ്യത്തിന് നിങ്ങൾ ആരും അങ്ങനെ നോക്കിയിട്ടില്ല. നോക്കിയത് നമ്മളും പോയത്. You need to understand people are working in a different area. So we need to understand when you want to deal with a customer, you need to communicate effectively. Communication skill. About I'll just touch behavior. ഇന്ന് അധികം ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല, but I'll just give you a hint. മാണിപ്പോൾ അടുത്ത് തന്നെ പഠിക്കണമെന്നൊന്നും ആവശ്യമില്ല. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ the universe will show you. I'm a spiritual trainer. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഇന്റലിജൻസ് വെച്ചിരുന്നല്ല നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടത്. എല്ലാം വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. എന്താണ് വിശ്വാസം? അകം ക്ലീൻ ആയി കഴിഞ്ഞാൽ പുറം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആവും. ബിക്കോസ് ഹ്യൂമൻ ബീയിങ് ഈസ് 3 ഭാഗമാണ്: മെറ്റീരിയൽ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. എന്തൊക്കെയാണ് മെറ്റീരിയൽ? 3 ഭാഗം. മാണിപ്പാളിനുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. 3 ഭാഗമാണ് മെറ്റീരിയൽ. മെറ്റീരിയൽ വേൾഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഐ വോണ്ട് ടു ബി സക്സസ്ഫുൾ. ഡെഫിനറ്റ്ലി യു നീഡ് ടു ബി സക്സസ്ഫുൾ. മാണിപ്പാൾ ഇവിടെ സംസാരിക്കുന്നത് തന്നെ നെക്സ്റ്റ് ടൈം ഐ വോണ്ട് ടു സീ ഇൻ ദുബായ് ഓർ ഐ വോണ്ട് ടു സീ ഇൻ US. UK നിങ്ങളുടെ മാർക്കറ്റ് ഞാൻ കാണണം. ഇന്ന് നിങ്ങൾക്ക് അത് എന്താന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ തുടങ്ങുന്നത്. വെൻ യു സ്റ്റാർട്ട് എ ബിഗ് ജേർണി ഇൻ ടു സംവെയർ, മൂന്നാർ പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാറിന് കാണുന്ന ആവശ്യമില്ല. മുമ്പിൽ കാണുന്ന 20 മീറ്റർ കണ്ടാൽ മതി. ആണോ ഇല്ലേ? എല്ലാം അറിഞ്ഞിട്ടേ പോകുന്ന പറയരുത്. 20 മീറ്റർ വീട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം ഒരു കുഴി ഉണ്ടാക്കി വെച്ചിരിക്കുക, അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. കാരണം ഒന്ന് റോട്ടി ഇറങ്ങി കഴിഞ്ഞാൽ എവറി ടൈം 20 meters or 30 meters is become visible to you. അതിന് വേണ്ടിയത് വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? തമിഴിൽ പറയുന്ന ഒരു വാക്കാണ്, ഏറ്റവും പവർഫുൾ വേർഡ്, നമ്പിനാർ കെടുവതില്ലേ. അപ്പൊ നിങ്ങൾ പറയും എന്താ സാർ തമിഴിന്റെ പറഞ്ഞെന്ന്? 9000 കൊല്ലം പഴക്കമുള്ള ഭാഷയല്ലേ? 1000 കൊല്ലം പഴക്കമുള്ള ഭാഷ. മലയാളത്തിൽ തന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 9000 കൊല്ലത്തിൽ വല്ലതും ഉണ്ടാവില്ലേ? സ്റ്റെത്ത് ഭയങ്കര സാധനങ്ങളുണ്ട്. അതിനകത്തേക്കുള്ള ചില വാക്കുകൾ ഭയങ്കര പവർഫുൾ ആണ്. നമ്പിനാർ കെടുവതില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസവും തോറ്റിട്ടില്ല എന്നാണ്. ആരെ വിശ്വസിക്കണം എന്നാണ്. അപ്പോ ദൈവത്തിനെ വിശ്വസിക്കുന്നു, കമ്പനിയെ വിശ്വസിക്കുന്നു, എല്ലാവരും. പിന്നെ ആരെ വിശ്വസിക്കാത്തത്? ഞാൻ എന്തിനാണ് വിശ്വസിക്കാത്തത്? കഴിഞ്ഞില്ലേ? ആദ്യം നിങ്ങളെ വിശ്വസിക്കണം. You all know your name, you all know your parents' name, you all know everything about yourself. Am I right? ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. ഒരാളെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ വന്ന് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? ശരി, വിളിക്കുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് വന്നപ്പോ എന്താ പറ്റിയെന്ന് പറയണം. ചിലർക്കെങ്കിലും ഒച്ച വന്നു, മുങ്ങിക്കോ, രക്ഷപ്പെട്ടോ. ഈ ആൾക്ക് വേറെ പണിയില്ല എന്നെ കൊടുക്കാനായിട്ട്. ഞാനിവിടെ എന്താണ് സംസാരിക്കാൻ പറഞ്ഞത്? ഐ ഓൺലി ടോൾഡ് യു ടു ടോക്ക് അബൌട്ട് യുവർ പാരന്റ്സ്.
യുവർ ഫാദേഴ്സ് നെയിം, യുവർ നെയിം മാത്രമേ ചോദിച്ചിട്ടില്ല, അല്ലാതെ പൈത്തഗോറസ് തിയറം ചോദിച്ചിട്ടില്ല. ഓക്കെ, എന്നാലും ദിസ് ഈസ് ഹൗ യു റിയാക്ട് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് യുവർ ബിഹേവിയർ. തന്നെ ഒരു മുറിക്കകത്ത് 10 പേരുള്ളപ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടായിട്ട് കാര്യമില്ല. ഫീൽഡിൽ തന്നെ നിന്ന് പൊരുതുമ്പോൾ ധൈര്യം വേണം. മാർക്കറ്റിൽ നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത്, ഈ തോൽക്കുന്ന വെച്ചാൽ മോശമൊന്നുമല്ല, തോറ്റാണ് ആൾക്കാർ ജയിക്കുന്നത്. മാണിപ്പോൾ when I first came to the stage, first thing that I did in Trivandrum, AKG സെന്ററിന് തൊട്ടടുത്തൊരു ഒന്നുണ്ട്, എന്താണ് മരക്കാർ, മരക്കാർ ഹോളിലാണ് എന്നെ വിളിച്ചത്. റോട്രാക്ടേഴ്സ് എന്നെ വിളിച്ചു വിട്ടതാണ്. അവർ വെറുതെ വിളിച്ചപ്പോൾ ഞാൻ അവരെ മീറ്റിങ്ങിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. 500 പേരെ മീറ്റിങ്ങിൽ ഞാനിരുന്നു. അവർ ഡിസ്ട്രിക്ട് മീറ്റ് ആയിരുന്നു. 500 രൂപ കൊടുത്തതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ സാറിന് സ്റ്റേജിൽ വന്ന് 3 വാക്ക് പറയാന്ന്. ഇപ്പം നടന്ന കാര്യമല്ല, 30 കൊല്ലം മുമ്പാണ്. സ്റ്റേജിൽ പോയി സാധനം പിടിച്ച് നിന്നപ്പോഴാണ് അറിഞ്ഞത് ബോധം പോകാൻ വേറെ ഒന്നും വേണ്ട. ഒരു ഏകദേശം 30 സെക്കൻഡേ നിന്നുള്ളൂ. അന്ന് ഒരു 3 മണിക്കൂർ നിന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആകെ വന്ന ഒച്ച താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഇങ്ങോട്ടൊന്നും പോയില്ല, അങ്ങോട്ട് അങ്ങനെ പോയി. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് മാണിപ്പോളം തുടങ്ങിയത്, അല്ലാതെ ചെത്തിയിട്ടൊന്നുമല്ല തുടങ്ങിയത്. തോറ്റു തന്നെയാണ് ഈ സ്റ്റേജിൽ വന്ന് നിന്നത്. തോൽക്കുന്ന വെച്ചാൽ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇന്ന് സ്റ്റേജിൽ കയറി വന്നാൽ നിങ്ങൾ തോൽക്കും അല്ലെങ്കിൽ പൊട്ടനാവെന്ന് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഒരു ജന്മം മൊത്തം പൊട്ടനായി തന്നെ ഇരിക്കേണ്ടി വരും. അവിടെ ഇരുന്ന് എന്ന് പറയുന്ന ഏത് പൊട്ടന് പറ്റാത്തത്? അവരത് മാത്രമേ പറ്റൂ. അവന്റെ ആ പേടി കേട്ടിട്ടാണ് നിങ്ങൾ വരാതിരിക്കുന്നത്. ഒരു തൊഴിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുമ്പോൾ പറഞ്ഞു, സാർ ക്ലയന്റിനെ കാണുമ്പോൾ ടൈ കെട്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ടൈയെല്ലാം ആദ്യമായിട്ടാണ് കെട്ടുന്നത്. ആദ്യം കെട്ടി ഇത്ര പോയി, പിന്നെ ഇത്രയും. ഇത് ഒരുമാതിരി ബാലൻസ് ചെയ്തെടുക്കാൻ 1 മണിക്കൂറായി. എല്ലാം ചെയ്ത് കെട്ടിയിട്ട് ഇവൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ ആരെങ്കിലും ഉണ്ടോ നോക്കി പറയട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇനി ഓട്ടിപ്പോണ്ടേ. അപ്പൊ ഭാര്യ നോക്കി, ആരുമില്ല, ഓടിക്കോളാൻ പറഞ്ഞു. കാരണം കാലത്ത് 7 മണിയാണ്. ഓടിപ്പോകുന്നപ്പോ ഒരു പട്ടി കണ്ടു, അത് പോകുന്നതാണ്. അപ്പൊ അത് പട്ടി കിടക്കുന്നപ്പോ ലോകം മൊത്തം കണ്ടു. ഇവൻ ടൈം കെട്ടി പോകും. കാരണം ഇവന്റെ പുതിയ തൊഴിലിന് ഒരു പേഴ്സണാലിറ്റി വേണമെന്ന് വെച്ചാൽ കെട്ടിയതാണ് അവൻ. പാവം. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി, ടൈം കെട്ടിയിട്ട് ഇറങ്ങി. അപ്പൊ പട്ടി ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി കുരച്ചിട്ട് കാര്യമില്ല, കുരച്ചില്ല. അങ്ങനെയാണ് മൊത്തം പട്ടികളും കുരച്ചിൽ നിർത്തിയത്. മനസ്സിലാക്കിയ കൊള്ളാം. എന്തെങ്കിലും മാറണമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും. അല്ലാതെ സെയിം കംഫർട്ട് സോണിൽ നിന്നിട്ട് നിങ്ങൾ കളിക്കരുത്. ഫസ്റ്റ് മൂവ് യുവർസെൽഫ് ഔട്ട് ഓഫ് എ കംഫർട്ട് സോൺ. ആൾക്കാരെ കാണണം. ഞാൻ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കോ? അതാണ് 99% ഓഫ് ദ പീപ്പിൾ തിങ്ക്. ഞാൻ പറഞ്ഞ വിശ്വസിക്കുമെന്ന്. ആര് പറഞ്ഞ എന്തുകൊണ്ട്? പിന്നെ ആര് പറയണം? രജനികാന്തിനെ വിളിച്ചോണ്ട് വരണം. ഞാൻ ഒരു തടവ சொன்னா സാർ രജനികാന്ത് സാർ ഒരു തടവ சொன்னா 100 തടവ சொன்னா സാർ ഒരു രജനികാന്തിനെ വിളിച്ചോണ്ട് വരണം. വിക്കന്ത് രജനികാന്തോ ആവണം. അതെങ്ങനെ ആവണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്നെ വിശ്വസിക്കരുത്, വെറുതെ കേട്ടാൽ മതി. ഓക്കെ, അപ്പോ ഈ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പൈത്തഗോറസ് തിയറം പഠിപ്പിച്ച എന്റെ ടീച്ചറിനെ ഈയിടയ്ക്ക് ഞാൻ കണ്ടു. അതിന്റെ പേര് അലക്സാണ്ടർ എന്നാണ്. തമിഴ്നാട്ടിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, അയാള് മലയാളിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടപ്പോൾ നല്ല പ്രായക്കായി. സാറേ എന്നാ പൈത്തഗോറസ് തിയറം പറഞ്ഞ് എന്നെ ഓടിച്ചിട്ട് തള്ളിയിട്ടുണ്ട്, സാറിന് അതിപ്പോൾ അറിയുമെന്ന് ചോദിച്ചു. ശരി, അത് വിടും, അത് തിയറം പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിന്റെ ആപ്ലിക്കേഷൻ എന്താന്ന് പറയുന്നു പറഞ്ഞു. ഇതൊക്കെ ഞാൻ എന്തിനാ അറിയണ്ടേന്ന്? ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാത്ത, എന്താന്ന് പറയാൻ അറിയാത്ത ആളാണ് ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം 1500 കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് പൈത്തഗോറസ് തിയറം. ഈ പഠിപ്പിക്കുന്നത് ഭയങ്കര ഈസിയാണ്, മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ് കഷ്ടം. മനസ്സെന്ന് പറയുന്ന കാര്യങ്ങളെ മനസ്സിലെത്തത്തില്ല. തലേന്ന് പറയുന്ന കാര്യങ്ങൾ എവിടെ എത്തും? തലയിലേ എത്തത്തില്ല. അച്ഛൻ പറഞ്ഞു പേടിക്കണ്ടെന്ന്. പാമ്പിനെ കണ്ട മോൻ ഭയങ്കര പേടിയാണ്. മോനെന്താണ്? പാമ്പിനെ പേടി. അപ്പം ടീച്ചർ ചോദിച്ചു. അപ്പൊ ടീച്ചർ ഇങ്ങനെ ക്ലാസ് പഠിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റേ ഇങ്ങനെ പാമ്പിനെ കാണിച്ചു വിളിക്കും. അവനോ ഇങ്ങനെ കാണിച്ചു, ഒരു പാമ്പിനെ പേടി. അപ്പൊ എന്തിനാണ് നോക്കാം പാമ്പ്. അപ്പൊ എല്ലാ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് തന്നെ വിളിച്ചിട്ട് എന്താ പാമ്പിനെ കണ്ട പേടിച്ചെന്ന് ചോദിച്ചു. അത് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല പേടിക്കണ്ടെന്ന്. അച്ഛൻ പറയും പേടിക്കണ്ടെന്ന് പറയും. അച്ഛൻ പറയും പേടിക്കണ്ടെന്നൊക്കെ പറയും. പിന്നെ എന്തിനാണ് പേടിച്ചത്? അപ്പൊ എന്തിനാ പേടി വന്നതെന്ന് ചോദിച്ചു. ഒരു ദിവസം ഞാൻ പഠിക്കുമ്പോൾ പാമ്പ് വന്നു. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റായിട്ട് പറയടാ എന്താ പറ്റിയെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ വന്നു. അമ്മ അടുക്കളയിലാണ്, അച്ഛൻ ചാറിന്റെ പുറത്ത് കയറി നിന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട. കുടുംബം മൊത്തം തറയിലാണ്. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എല്ലാരും നന്നാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ദേഷ്യപ്പെട്ട കൊന്നുകളയും നിന്ന് അച്ഛൻ പറയാണ്. എന്താണ് ദേഷ്യപ്പെട്ട കൊന്നുകളയും നിന്ന്? നിങ്ങളുടെ ദേഷ്യപ്പെടണമെന്ന് ആങ്കർ മാനേജ്മെന്റ് ക്ലാസ് അച്ഛൻ്റെ. ഒന്ന് ചിരിച്ചോളെ.
മകനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവനൊക്കെ മനസ്സിലാവണം. Children don't learn from your language. They learn from an area called mirror neurons. മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളും കുട്ടികൾ തന്നെയാണ്. അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. യു ആർ ഓൾ ചിൽഡ്രൻ. ദേഹം വളരും, മനസ്സ് വളരത്തില്ല. മൈൻഡ് മിറർ ന്യൂറോൺസ് എന്നിട്ടൊരു സാധനമുണ്ട്. അങ്ങനെയാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അച്ഛൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം. ഒരു കൊച്ച് ട്രെയിനിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പുറകിൽ ഇല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ഒരു കൊച്ചിങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 വയസ്സ് 6 മാസം എത്രയാണ്? നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്, മറക്കരുത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു. അതിങ്ങനെ നെട്ടിയിട്ട് കുറച്ചേക്ക് അമ്മയൊക്കെ നോക്കിയിട്ട് തിരിച്ച് നമ്മൾ നോക്കി. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഹരം ഇതായി. അപ്പൊ നമ്മൾ തിരിച്ചും ഇങ്ങനെ അടിച്ചു. ഒരു 30 സെക്കൻഡിൽ ആ കൊച്ചു നിങ്ങളെ തിരിച്ചു നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിത്തരാം. അതിൻ്റെ പേരാണ് മിറർ ന്യൂറോൺസ്. അതിൻ്റെ പേരെന്താണ്? ഇന്നും നിങ്ങൾ അതന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യം ഉള്ള ആൾക്കാരെ പോയി കാണണം. ബുക്ക് പഠിച്ചുകൊണ്ടൊന്നും ധൈര്യം കിട്ടത്തില്ല. ഒരുത്തൻ നീന്താൻ പഠിക്കാൻ പോയത്, BA സ്വിമ്മിങ് പഠിക്കാൻ പോയത് രാജസ്ഥാനിൽ. കേരളത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടി, അങ്ങനെയാണ് ചത്തുപോയത്. നിങ്ങൾക്ക് ധൈര്യം പഠിപ്പിക്കണമെങ്കിൽ ധൈര്യം ആദ്യം ഉണ്ടാക്കണം. അല്ലാതെ ധൈര്യത്തിനെ പറ്റിയിട്ട് ബുക്ക് എഴുതിയിട്ട് കാര്യമില്ല. യു ഷുഡ് നോ വാട്ട് ഈസ് കോൺഫിഡൻസ്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺഫിഡൻസ് ആൻഡ് അറഗൻസ് ഈസ് വെരി തിൻ. കയ്യിൽ പൈസ ഉള്ളപ്പോൾ ധൈര്യം വന്നാൽ എൻ്റെ പേര് ധൈര്യം എന്നല്ല. ബിസിനസ്സൊക്കെ കറക്റ്റായിട്ട് പോകുന്നെന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പേര് ധൈര്യം എന്നല്ല. കൂടെ 10 പേരുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പേര് ധൈര്യം എന്നല്ല. 1-ാം തീയതി ആകുമ്പോൾ ആൾക്കാർ നടപ്പ് കണ്ടിട്ടില്ലേ? ശമ്പളം കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് മറ്റേ കട പൂട്ടി. ചിലവർക്കെങ്കിലും അറിയാം അത് കട ഉണ്ടാവും. 1-ാം തീയതി എനിക്കൊക്കെ ഭയങ്കര കഷ്ടമാണ്. കറക്റ്റായിട്ട് മറന്നു. ഇങ്ങനെയാണ് 1-ാം തീയതി നടക്കുന്നത്. അത് 28 ആകുമ്പോൾ കുരുങ്ങി പോകുന്ന ആർക്കും അറിയില്ല. പിന്നെ 1-ാം തീയതി ആകുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് വരും. പൈസ കൊണ്ട് ധൈര്യം കിട്ടി എൻ്റെ പേര് ധൈര്യം എന്നല്ല, എൻ്റെ പേര് അഹങ്കാരം എന്നാണ്. കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ എൻ്റെ പേര് ധൈര്യമല്ല. തന്നെ നിന്ന് കിട്ടുന്നതിൻ്റെ പേരാണ് ധൈര്യം. തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സും ഒന്നിച്ചാൽ മാത്രമേ ധൈര്യം വരില്ലോ. ഞാനെന്നുള്ള ബുദ്ധിയും മനസ്സെന്നുള്ള ശക്തിയും ഒന്നിക്കുമ്പോഴാണ് ധൈര്യം. അതിൻ്റെ പേര് യോഗ എന്നാണ്. നമ്മൾ കൂടിയ യോഗം കൂടി. ഞാനും എൻ്റെ മനസ്സും ഒന്നിച്ചാൽ അതിൻ്റെ പേര് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് മാത്രമൊന്നുമല്ല. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിൽ നിന്നും യോഗ ഉണ്ടാവണം. അല്ലാതെ കാലത്ത് 5:30 മണിക്ക് യോഗ, ഓഫീസിൽ പോയ തന്തയ്ക്ക് വിളി. യോഗ എല്ലാ സമയത്തും വേണം. അവിടെ പ്രാക്ടീസ് ചെയ്ത് കാണി കത്തുമ്പോൾ യോഗയിൽ നിൽക്കണം. മാർക്കറ്റ് പൊളിഞ്ഞു വീഴുന്ന സമയത്ത് യോഗയിൽ നിൽക്കണം. ദ മൈൻഡ് വിൽ ഷോ യു 100 other ways. കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറയും, കാതുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും. കാതുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റില്ലോ, മനസ്സിന്റെ കാത്. കണ്ണെന്താണ്? കണ്ണുള്ളവൻ കാണട്ടെ. ഞാൻ ബൈബിൾ വേഴ്സാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് കണ്ണുള്ളവൻ കാണട്ടെ. കുടിയൻ എവിടെ പോയാലും എന്ത് കാണും? പറയണം. ബിയർ പാർലർ കാണും. ഞാനും കണ്ടുവരുന്ന വഴിക്ക്. അപ്പൊ ബിയർ പാർലർ കാണും. അവന് വേറൊന്നും കാണില്ല. അപ്പൊ ഭാര്യ ചോദിച്ചു, ചേട്ടൻ എവിടെ പോയാലും ഇതാ കാണുന്നില്ലോ. ഞാൻ പറയും, എനിക്ക് ഇതേ കാണുന്നില്ലോ, വേറൊന്നും. അവനിതേ കാണുമല്ലോ. മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. മകൻ പഠിക്കാതെ തെണ്ടി നടക്കുന്നു, കാണുന്നില്ല. ഫീസ് അടച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഇവനൊന്നും കാണില്ല. ഭാര്യ ഡെയിലി കരയുന്നു, അത് കാണത്തില്ല. അവൻ എന്താ കാണാം? അവന് ക്വാർട്ടർ കാലത്തെ കണ്ടുവയ്ക്കും. വൈകിട്ടാകുമ്പോൾ 2 ക്വാർട്ടർ കിട്ടും. പൈസ ഇല്ലെങ്കിൽ അവന് കിട്ടിയിരിക്കും. അത് എവിടെ നിന്നാണ് എനിക്കറിഞ്ഞൂടാ. തെണ്ടെങ്കിലും അവൻ വാങ്ങിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. മൈൻഡിന് ബോധമില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാൽ അത് തരും. അത് സ്മോൾ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സക്സസ് ആയിക്കോട്ടെ, വാട്ട് എവർ യു ആസ്ക്, ബിക്കോസ് യൂണിവേഴ്സ് ഈസ് അൺലിമിറ്റഡ് ഏരിയ. നിങ്ങൾ എന്താ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന കോൺഷ്യസ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന്. കോൺഷ്യസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ സബ് കോൺഷ്യസിൽ എന്താണ് വിധിച്ചിരിക്കുന്നത് അതേ കിട്ടില്ലോ. നൗ യു നീഡ് ടു ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് യുവർ ബിഹേവിയർ. ആൻഡ് ഹൗ കൻ യു ചേഞ്ച് യുവർ ബിഹേവിയർ? ചേഞ്ച് യുവർ വേർഡ്സ്. ഇന്നോട്ട് യു ഹാവ് ടു ചേഞ്ച് യുവർ വേർഡ്സ്. ഐ എം ലക്കി എന്ന് പറയണം. അപ്പൊ നിങ്ങൾ പറയും, സാർ തിരിച്ചും സാർ ഹാർഡ് വർക്കിനെ മോശം എന്ന് പറഞ്ഞു, ഇപ്പൊ ലക്കി എന്ന് പറയുന്നു. ലക്കി, ലോകത്ത് ലക്ക്. അപ്പം ലോട്ടറി ടിക്കറ്റ്, ഞാൻ ലോട്ടറി ടിക്കറ്റില്ല വാങ്ങിക്കാൻ പറഞ്ഞത്. ടെൽ യുവർസെൽഫ് ഐ എം ലക്കി. ലക്കി എന്ന് പറയണം. കാരണം വേറെ ഒന്നുമില്ല. ബിക്കോസ് യുവർ കോൺഷ്യസ് മൈൻഡ് കൻ പ്രോസസ് ലെസ് ദാൻ 200 bits ഓഫ് ഡാറ്റ പെർ സെക്കൻഡ്. ഇപ്പൊ നിങ്ങൾ എന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആണോ ഇല്ലേ? എന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്റെ പുറകിലുള്ളത് എന്നെ മാത്രം നോക്കിയാൽ മതി. പുറകിലുള്ളത് കാണുന്നുണ്ടോ? മേലെ ലൈറ്റ് കാണുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടോ? നിങ്ങൾ എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്നെയാണ് എടുത്തത്. കിട്ടുന്നത് ഈ ക്ലാസ് റൂം മൊത്തം. അതിന്റെ പോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്.
Your subconscious mind sees everything and processes little more than 2 million bits of data per second. അത് നിങ്ങളത് വേസ്റ്റ് ഒന്നല്ല, അത് അവിടെ സ്റ്റോർ ഹൗസിൽ കിടപ്പുണ്ടത്. നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് അതേ വിളമ്പോ. നിങ്ങൾ എന്ത് ചോദിക്കുന്നു അതേ വിളമ്പോ. സ്മോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയും കമ്പനൂർ കഴിഞ്ഞ് 3 മൈലിൽ വരുന്നുണ്ട്. കാരണം ഇതല്ലേ ചോദിക്കുന്നത്. കാലത്ത് ഇറങ്ങുമ്പോൾ തന്നെ നടന്നതല്ലേ എന്ന് പറഞ്ഞാൽ മതി. കഷ്ടകാലൊന്നും വെറുതെ പറഞ്ഞാൽ മതി. Your mind's job is to see to that you don't get an opportunity. അത് ഇല്ലാതാക്കിയിട്ട് പോകുന്നതാണ് അതിന്റെ പണി. വെറുതെ ഒരു മാങ്ങ എടുക്കുക, മാങ്ങ നല്ല മാങ്ങ, ഓക്കെ, നല്ല ഒരു പച്ചപ്പുണ്ട്, ചെറിയൊരു മധുരമുണ്ട്, ഓക്കെ, ചെറുതായിട്ട് ഒരു മധുരം. അപ്പോൾ അതിനെ മുറിച്ചു, പച്ചയാണ്, മുറിച്ചപ്പോൾ നല്ല യെല്ലോ ടിൻറ്റ്, ഇതാണ് നല്ല ഒരു പീസ് എടുത്ത് ഉപ്പൊക്കെ എടുത്തിട്ട് നല്ല ചുവന്ന പൊടി, ഇതാണ് നല്ല അതൊക്കെ ഇട്ട് വേണോ വേണോ നീ എന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഒരു 4500 വാങ്ങിച്ചോളേ, നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം, അത് വേറെ. അപ്പോൾ ഈ സാധനത്തിൽ ഇങ്ങനെ വേണം വേണമെന്നൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം. അപ്പം അങ്ങ് കടിക്കാൻ കടിച്ചപ്പോൾ നല്ലൊരു പുളി, അടിപൊളി ടേസ്റ്റ്. എന്താണ് അടിപൊളി ടേസ്റ്റ്? ഇപ്പൊ പറയണം എത്ര പേർക്ക് നനവായി? കുറച്ച് പേർക്ക് ഇല്ലെങ്കിൽ അതേന്ന് പറയണം, സമയമില്ല. ഓക്കെ, പറയാവുന്ന കാര്യം വേറെ ഒന്നുമില്ല. പിക്കിളിനെ പറ്റി സംസാരിച്ചാൽ ആർക്കും സലൈവറി ഗ്ലാൻഡ് വിൽ ആക്ടിവേറ്റ്. ഇവിടെ പിക്കിളും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല എന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അറിയാത്ത മൈൻഡാണ് ട്രിഗർ ചെയ്തത് നിങ്ങളുടെ സലൈവറി ഗ്ലാൻഡിനെ. കാരണം യുവർ മൈൻഡ് ഡസന്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർച്വൽ ആൻഡ് റിയൽ. അതിന് ഇത് നുണയാണ് സത്യമാണെന്നും തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് തിയേറ്ററിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണ് ബാലൂലി എടുക്കും, അവൻ ചടുപ്പ് ഇവന് പോയിക്കൊണ്ടിരിക്കണം. ആ നേരത്തെ മറ്റേ പാപ്കാൺ വേണടാ, ഏത് നേരത്തെ ചോദിക്കുന്നു പൊട്ട. അവൻ പോയി, നമ്മൾ തറയിൽ. You don't know you are seeing a movie because it's called a trance. If you want a transformation, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ മീൻസ് പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഒരു മാറ്റം വരണമെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ ചെയ്യരുത്. വെറുതെ പോയിട്ട് വലിയ ഓഫീസിൽ പോയിരുന്നിട്ട് നിങ്ങളൊന്നും വലുതാകത്തില്ല. അകത്ത് പോയി മാറ്റണം. If you can't change anything from within, you can never change anything outside. You can only match your self-esteem. അകത്ത് നമുക്ക് സെൽഫ് എസ്റ്റീം ഇത്രയാണെങ്കിൽ ലോകത്ത് നിങ്ങൾക്ക് എത്ര അട്ടയപ്പെടുത്തി മെത്തേ കടത്തിയാലും കൊടുത്തു. അവന് പൂട്ടാൻ 3 മാസം. അവന്റെ കഴിവ് അത്രയോ. ഇഞ്ഞൊരുത്തരുണ്ട് 1.5 മാസം കൊണ്ട് പൂട്ടിയവനെ. അട്ടയെ പിടിച്ച് മെത്തേ കെടുത്തുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഗോ ആൻഡ് ചേഞ്ച് യുവർ ഇൻസൈഡ്. ബിക്കോസ് അകത്ത് നമുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അനാഥനായിരിക്കാം, ഒന്നും പഠിക്കാത്തവനായിരിക്കാം, ഒന്നും പാവം കഷ്ടത്തിലാണ്. അങ്ങനെ അകത്ത് പോയിട്ട് ഇഫ് ദേ ക്യാൻ എൻലാർജ് അകത്ത് കയറി അവരുടെ സെൽഫ് എസ്റ്റീമിനൊന്ന് എൻലാർജ് ചെയ്താൽ മാത്രം മതി. പുറത്ത് ആയേ പറ്റൂ. തമാശല്ല പറയുന്നത്, എന്നെ വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞാലും കാര്യം പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഹ്യൂമൻ ബീങ്സ് ആർ 3: മെറ്റീരിയൽ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. 3 ഭാഗമാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ചെത്ത് ഭാഗം, മാണിപ്പോൾ മറ്റതാണ് മറിച്ചതാണ്, ആൾക്കാരെ നെട്ടിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ. 80 കൊല്ലത്തെ ഡ്രാമ. എത്ര കൊല്ലത്തെ? അതിനപ്പുറം പോയ ബോറാണ്. എന്താണ് അതിനപ്പുറം? ഓക്കെ, പോണെങ്കിൽ പോയിക്കോ, ഓക്കെ. 80 കൊല്ലത്തെ ഡ്രാമ, അത് മാത്രമാണ് ഡെഫിനിറ്റ്. ബാക്കിയൊക്കെ ആവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ 80 കൊല്ലത്തെ ഡ്രാമയിൽ വേണ്ടി അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വരണം. ആൻഡ് യു നീഡ് ടു സക്സീഡ് ആൻഡ് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു സീ ടു ദാറ്റ് യു സക്സീഡ് ഇൻ ദ റൈറ്റ് വേ. അല്ലാതെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് മാത്രം നിൽക്കരുത്. ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. ഒരു ഓഡി കാറുണ്ട്, നല്ല പൈൽസ് ഉണ്ട്, ട്യൂബ് ഇട്ടാണ് ഇരിക്കുന്നത്, പോയില്ലേ? അപ്പൊ കെയർഫുൾ ആയിരിക്കണം. ഹെൽത്ത് ഈസ് വെൽത്ത്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. എന്ന് കാലത്ത് കഴിഞ്ഞാലും ഹെൽത്തിനെ പറ്റി കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യണം വിത്ത് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. ഈ നമ്മൾ അറിയാതെ ഈ ലോകത്ത് കുറെ സൈക്കിക് അറ്റാക്ക് എന്നൊരു സാധനമുണ്ട്. ന്യൂസ് പേപ്പറിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും, ടി വിയിൽ ഇഷ്ടം പോലെ കിട്ടും, ആഡ്സിൽ കുറെ കിട്ടും. കാരണം അവരവർക്ക് കച്ചവടമാണ്. ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് ഈസ് നോട്ട് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഇൻഡസ്ട്രി എന്നല്ല. ഹെൽത്ത് ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഇൻഡസ്ട്രി. അതിന് അവർക്കും ടാർഗറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരാ. കഴിഞ്ഞ കൊല്ലം 500 കോടി ചെയ്തിരുന്നെങ്കിൽ ഈ അടുത്ത കൊല്ലം 750 കോടി വിൽക്കണം. പേഷ്യൻ്റ് ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ഉണ്ടാക്കി തരണം. എന്താണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ജെന്വിനായിട്ട് ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ. ചവപ്പെട്ടി വിൽക്കുന്നവന് എന്താ പ്രാർത്ഥിക്കുന്നത് പറയണം? അതിനുവേണ്ടി നമുക്ക് മരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവന് കച്ചവടം നടക്കാൻ വേണ്ടി നമുക്ക് മരിക്കാൻ പറ്റുമോ? അവന് കച്ചവടം നടന്നോട്ടെ, നമ്മൾ മരിക്കാതിരിക്കണം. അത്രയും ഞാൻ പറഞ്ഞില്ല. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എവരിബഡി വാണ്ട്സ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആരെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ പോയി ബോറടിപ്പിക്കണം, എനിക്കും പൈസ കിട്ടണം. ആണോ ഇല്ലേ? In the world of competitiveness, there is nothing wrong. Because no human being is doing it. It's all a system. And nobody can control a system. അതാണ് എൻ്റെ ഫ്രണ്ട് അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. It's a system.
ഓക്കെ, സോ കമ്മിങ് ബാക്ക്, മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ യു വാണ്ട് ടു ബിക്കം ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് വർക്ക് വിത്ത് ദിസ്. ഇവിടെ വർക്ക് ചെയ്യരുത്. ഇവിടെ വർക്ക് ചെയ്യരുത്. എനി ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു ബിക്കം, ഇൻക്ലൂഡിങ് യുവർ യൂത്ത്ഫുൾനെസ്. യൂത്ത്ഫുൾ ആയിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മൾ വന്നിട്ട് ഫുഡൊന്നും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വിൽ പവറിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 2 ഇഡ്ഡലി കഴിക്കൂ, അപ്പോൾ ഭാര്യ 2 ഇഡ്ഡലി വെച്ച്. ഹോട്ടലിൽ പോയി നമ്മൾ 12 കഴിച്ചത്. ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റൂ? നമ്മൾ ഇന്ന് ഭയങ്കര മോണിപ്പോളിലെ ട്രെയിനിങ് പ്രോഗ്രാം, ആദ്യം തന്നെ തട്ടുകടയിൽ പോയിട്ട് 4 വട കഴിച്ചിട്ടാണ് ഇവിടെ കയറിയത്. കാരണം വിൽ പവറിലേക്ക് അങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പേരാണ് ന്യൂ ഇയർ സമയത്ത് 1-ാം തീയതി ആകുമ്പോൾ പുതിയ ഷൂ വാങ്ങിക്കുന്നത്, ഇന്നെങ്കിലും ഓടുന്നത്. ഇപ്പൊ വീട്ടിൽ 4 പുതിയ ഷൂ ആണ്. കഴിഞ്ഞ 4 കൊല്ലം എടുത്ത കാര്യങ്ങളാണ്. കാരണം വിൽ പവർ ഈസ് നോ പവർ. വിൽ പവറിന് പവർ ഇല്ല. വാട്ട് യു നീഡ് ഈസ് ഇമാജിനേഷൻ. വാട്ട് യു നീഡ് ഈസ് ഇമാജിനേഷൻ. ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരണം, ആരെങ്കിലും മനസ്സിലാക്കി തരണം. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് നോട്ട്സ് എന്നിട്ട് കാര്യമില്ല. പൈത്തഗോറസ് തിയറം പോലെ വെറുതെ 25 കൊല്ലം വെറുതെ കിടക്കും ആ വാക്ക് മാത്രം. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കണം. ഞാൻ 25-30 കൊല്ലമായി എൻ്റെ ഭാര്യ എനിക്ക് അറിയാം, മനസ്സിലാക്കിയിട്ടില്ല. അപ്പം 25 കൊല്ലം ഒരു കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞുകൊണ്ട് അറിയാമെന്നും മനസ്സിലായെന്നൊന്നും പറഞ്ഞു കളയരുത്. മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തില്ല. നിങ്ങൾ നാളെ തൊട്ട് നിങ്ങൾക്ക് ടയർഡ് ആവത്തില്ല. ഫെയിലിയേഴ്സ് വിൽ നോട്ട് ടച്ച് യു. ഒന്നുമില്ല, മനസ്സിൽ ജയിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നത്തിങ് മേക്സ് യു ടയർഡ്. അല്ലെങ്കിൽ ഒരു കട ഇനോഗ്രേഷൻ വരയ്ക്കും, എല്ലാം സ്റ്റൈലായിട്ട് നിന്നു. ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നീ പോയി കടയിരിക്കുന്നു മറ്റേ പാർട്ട്ണറുടെ അടുത്ത്. കാരണം അവന്റെ ഇത് ഇനോഗ്രേഷൻ മമ്മൂട്ടി വരണം, തുറക്കണം, ഇതൊക്കെയായിരുന്നു. മമ്മൂട്ടി ഒന്ന് തുറന്നിട്ടൊക്കെ പോയി. എത്ര കടകളാണ് തുറക്കുമ്പോൾ എല്ലാം ഇനോഗ്രേഷൻ വലിയ വലിയ ആയിട്ടിരിക്കും. പൂട്ടുന്നതിന് മമ്മൂട്ടിനെയാണ് വിളിക്കുന്നത്. ഡെഫിനറ്റ്ലി കാണും. ഓക്കെ, പൂട്ടാൻ ആരാ വരുന്നത്? ബാങ്ക് മാനേജറും ഭാര്യയും. ആരാണ്? ബാങ്ക് മാനേജറും ഭാര്യയും. Now we need to understand there are a lot of people who starting an enterprise with all kind of things and അവർക്ക് പിന്നെ റൺ ചെയ്യാൻ വിൽ പവർ ഇല്ല. വിൽ പവർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇനോഗ്രേഷൻ ചെയ്യാം, ലോൺ എടുക്കാം, അതൊക്കെ ചെയ്യാം. ഒടുക്കം കുടുംബ പത്രം ബാങ്കിലാണ്. ഇതൊക്കെ ഞാൻ 1-2 KSIDCയുടെ ട്രെയിനറായിരുന്നു, KFCയുടെ ട്രെയിനറായിരുന്നു. ഇന്നും ഇന്നലെ എന്നല്ല, കുറെ കാലങ്ങളായിട്ട്. ഈ പൈസ കിട്ടുന്ന ത്രില്ലൊന്നും ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പണിയെടുക്കുമ്പോൾ ഇല്ല. കാരണം അകത്ത് ആ ബേണിംഗ് ഇല്ല. അകത്ത് ബേണിംഗ് ഇല്ലാതെ പ്ലീസ് ഡോണ്ട് ഇൻവെസ്റ്റ്, ഡോണ്ട് ഡു എനിത്തിങ്. എല്ലാം പഠിക്കാൻ പോകും. 18 കൊല്ലം പഠിക്കും. നമ്മളെല്ലാം എത്ര കൊല്ലം പഠിച്ചത്? സത്യം വേണം, എത്ര കൊല്ലം പഠിച്ചത്? 18 കൊല്ലം പഠിച്ചു. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾ പറയും. എന്നാൽ ഇവിടെ ആരും കറക്റ്റായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കാരണം മനസ്സിരുത്തി പഠിക്കണം, മനസ്സിരുത്തി പ്രവർത്തിക്കണം, മനസ്സിരുത്തി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാവോ, തെറ്റി ചെയ്യരുത്. അപ്പൊ നിങ്ങൾ പറയും സാറേ മനസ്സിരുത്തിയല്ലേ ഞാൻ പഠിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികളുടെ മുഖം എന്നാണ് ഹാപ്പി? വെള്ളിയാഴ്ച വൈകിട്ടാണോ തിങ്കളാഴ്ച കാലത്താണോ? പറയണം. ആണല്ലോ, അത് തർക്കമൊന്നുമില്ലല്ലോ. ഒരു തർക്കമില്ല. അച്ഛൻ്റെ അതുപോലെ തന്നെയാണ്. അച്ഛൻ്റെ അതുപോലെയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഭയങ്കര ഹാപ്പിയാണ്, തിങ്കളാഴ്ച കാലത്ത് അത്ര ഹാപ്പി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വൈകിട്ട് ഇതിന്റെ പേര് മുഖം തന്നെയാണ്. അങ്ങനെ തിങ്കളാഴ്ച കാലത്ത് ഇതിന്റെ പേര് മോന്ത എന്നാണ്. എന്റെ പേര് പോയിട്ടൊക്കെ ഇങ്ങനെയാണ് തോന്നുന്നത്. തമിഴിൽ പറയും അകറ്റിന്റെ അഴക് മുഖത്തിൽ തെരിയും. അകം എന്ന് വെച്ചാൽ മനസ്സ്. മനസ്സ് ഈസ് കൺട്രോളിങ് യുവർ ഫേസ് എക്സ്പ്രഷൻ, മൈക്രോ എക്സ്പ്രഷൻസ് ഓഫ് യുവർ ഫേസ്. അതാണ് നിങ്ങളുടെ മുഖത്തിന് മോന്തയാക്കുന്നത്. ചിരിച്ചാൽ പോലും മോന്തയായിട്ട് തന്നെ ചിരിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പഠിക്കാൻ കഴിവുള്ള നിങ്ങളിൽ പഠിക്കാൻ ആകെ കഴിവുള്ള കാലിനല്ല, കൈനല്ല, ചെവിക്കല്ല, കണ്ണിനല്ല, മൂക്കിനല്ല, ഒന്നിനും പഠിക്കാൻ പറ്റില്ല. ഓൺലി യുവർ മൈൻഡ് ക്യാൻ സ്റ്റഡി. മനസ്സിനെ പഠിക്കാൻ പറ്റില്ലോ. പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മോന്തയാക്കി കാണിച്ചു. എന്നിട്ടും യു ഹാവ് ടു ഗോ. പഠിക്കുന്നത് ഐ ഹാവ് ടു, ട്യൂഷൻ ഐ ഹാവ് ടു ആണോ ഇല്ലേ? EMI ഐ ഹാവ് ടു പേ. അടച്ചില്ലെങ്കിൽ കാണും. അതന്നെ കുറെ കാര്യങ്ങൾ ഐ ഹാവ് ടുലാണ് കിടക്കുന്നത്. ഈ ഐ ഹാവ് ടു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അനാഥരാണ്. മനസ്സ് കൂടെ ഉണ്ടാവില്ല. ഐ വാണ്ട് ടു തിയേറ്റർ, ഐ വാണ്ട് ടു. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടൊക്കെ പഠിച്ചത്. ഐ വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് കൂടെ നിൽക്കും. മനസ്സിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് യുവർ മൈൻഡ് ഈസ് റെക്കോർഡിംഗ്, റീറ്റെയിനിങ് ആൻഡ് റീകോളിംഗ്. അത് ഫസ്റ്റ് ഫംഗ്ഷൻ. മൾട്ടി ടാസ്കിംഗ് ആണ് മൈൻഡ്. ഭയങ്കര സാധനമാണ് ആ ഫുൾ തിങ്. അതിന് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഫംഗ്ഷനാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, റെക്കോർഡിംഗ്, റീറ്റെയിനിങ് ആൻഡ് റീകോളിംഗ്. 50 കൊല്ലം കഴിഞ്ഞാലും ആ പാട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പാടും. ചെറിയ പ്രായത്തിൽ പാടിയ പാട്ട്, ചെറിയ പ്രായത്തിൽ കേട്ട പാട്ടുകളെല്ലാം എത്ര 50 കൊല്ലം കഴിഞ്ഞാലും പൈത്തഗോറസ് നമ്മൾ മറന്നു. അത് ഇവിടെ എന്നാ നമ്മുടെ പാട്ട് താമരപ്പൂ നീ ദൂരെ കണ്ടുമോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് കാല് പൊട്ടിച്ചു. ആണോ? കാലാണോ പൊട്ടിച്ചത്? സാറ് പറയും എന്തിനാണ് പൊട്ടിച്ചത്? തണ്ടല്ലേ പൊട്ടിച്ചത്, കാല് പൊട്ടിച്ചില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ തെറ്റിപ്പറഞ്ഞു.
കാരണം നിങ്ങളുടെ അകത്ത് ഈ സാധനമൊക്കെ റെക്കോർഡിങ്, റീറ്റെയിനിങ്, റീകോളിംഗിൽ ഒരു നോട്ട്സ് എഴുതാതെ അകത്ത് കയറി കിടക്കുന്നതാണ്. കാരണം ഈ സാധനം ചെയ്യുമ്പോൾ ഐ വോണ്ട് ടു എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് മൈൻഡ് കിടന്നത്. ഐ വോണ്ട് ടു, ദ മൈൻഡ് സെറ്റ്. വേഴ്സ് യുവർ മൈൻഡ് ഫോർ യുവർ ബിസിനസ്. ഇങ്ങനെ ആളെ കാണിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് തെറ്റിയാണ് കിടക്കുന്നത്. മറ്റവൻ ചെയ്തു അതുകൊണ്ട് ഞാനും കൂടെ ചെയ്യും, തെറ്റി കിടക്കുന്ന മൈൻഡ് സെറ്റാണ്. റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ലുക്ക് ഫോർ യുവർ പാഷൻ. ആരോ ഏതോ ബിസിനസ് ചെയ്തിട്ട് അവൻ ഓടി കാർ എടുത്തു എന്നിട്ട് ആ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ തൊലഞ്ഞു പോകും. ഐ എം വാർണിംഗ് യു ബിക്കോസ് നിങ്ങളുടെ പാഷൻ വേറെ ആയിരിക്കും. കാരണം വി ആർ ഐദർ വിഷ്വൽ. നമ്മുടെ സബ് കോൺഷ്യസ് ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയണം. കാരണം അതിന് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞു, അതിന്റെ ഭാഷകൾ വേറെയാണ്. ചെറിയ പ്രായത്തിൽ നിങ്ങളെ തൊട്ടിലിട്ട് വളർത്തിയിരുന്നെങ്കിൽ, തൊട്ടിൽ അമ്മയ്ക്ക് വേറെ പണിയുണ്ട്, അതുകൊണ്ട് തൊട്ടിലിട്ട് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ സൗണ്ട് റിലേറ്റഡ് ആയിട്ട് മാറും. 3 വയസ്സുകൊണ്ട് നിങ്ങൾ മലയാളം പഠിച്ചു ആണോ ഇല്ലേ? മലയാളം ആരെങ്കിലും പഠിപ്പിച്ചെന്നോ? ആരെങ്കിലും പറടാ എന്നാ അങ്ങനെയാണോ? നിങ്ങൾ വെറുതെ മലയാളം പറഞ്ഞു. ലൈക്ക് എ സ്പോഞ്ച് യു ലേൺ മലയാളം ആൻഡ് യു തിങ്ക് വി ആർ ലേണിംഗ് ഓൺലി മലയാളം. സോറി, യു ആർ ബിക്കമിങ് പ്രിഡോമിനന്റ്ലി. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയും പറയും, മലയാളം പറയും ആണോ ഇല്ലേ? കോയമ്പത്തൂരിലാണെങ്കിൽ ഹിന്ദിയും തമിഴും പറയും, മലയാളം പറയും, കുറച്ച് ഇംഗ്ലീഷും പറയും. അങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. അറിയാതെ പഠിക്കും, പഠിക്കാതെ പഠിക്കും. ഇതേപോലെ നിങ്ങളുടെ പ്രഡോമിനന്റ് ഭാഷ എന്ന് പറയുന്നത് വിഷ്വൽ ആയിരിക്കാം. വിഷ്വൽ എന്ന് വെച്ചാൽ കാഴ്ച. തുറന്ന് ഇതുപോലെ ഒരു സ്ഥലത്താണ് അമ്മ വിട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ പച്ച കളർ, ടി വി, ലൈറ്റ് എല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതിനെല്ലാം കാണാം. ദ ചൈൽഡ് ബിക്കംസ് ഹൈലി വിഷ്വൽ. അപ്പൊ വിഷ്വൽ തിങ്സ് വിൽ ഇമ്പാക്ട്. അതാണ് അതിന്റെ സബ് കോൺഷ്യസ്ലി ലൈക്കിങ്ങിൽ നിൽക്കും. ഈ തൊട്ടിലിട്ട് വളർത്തി ആകെ അച്ഛൻ്റെ സ്കൂട്ടർ വരുമ്പോൾ കേൾക്കാം, മിണ്ടാതിരി എന്ന് പറഞ്ഞ അച്ഛൻ കേൾക്കാം. അതിന് ആകെ ടണൽ വിഷൻ ഇതേ കാണുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് വളരും. ഇതേപോലെ ചിലവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ആർക്കും കൊടുക്കത്തില്ല കുട്ടീനെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അവരെ വെച്ചോണ്ടിരിക്കും. മറ്റവരങ്ങനെയല്ല, കുട്ടീനെ വയ്ക്കും, ഇന്ന് എറിയും, പിന്നെ പിടിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഭയങ്കര സംഭവമായി മാറും. അതിന് കെനസ്തെറ്റിക് ഫീലിംഗുള്ള കുട്ടിയായിട്ട് മാറും. നിറവേരുന്ന എന്നൊക്കെ പിടിക്കും. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഓടിക്കും ഇതായിട്ട് മാറും. നിങ്ങളിലും ഈ പലരും അങ്ങനെ തന്നെയാണ്. When you go to a client, don't try to speak to them in English and try to convince them. അവരെ ഭാഷ എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. അവർക്കൊരു ഭാഷയുണ്ട്, മലയാളം തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭാഷയുടെ പ്രിഡോമിനൻസ് എന്താണെന്ന് അറിയണം. എവിടെയെങ്കിലും നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ വെറുതെ റോട്ടിൽ ഇങ്ങനെ കറോൾ ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് ഒരുത്തൻ അവർ ചായക്കട എവിടെയെങ്കിലും ഉണ്ടാവുന്നു. എവിടുന്ന് കേട്ടു പുറകിൽ ഒരുത്തൻ ആരും ചായക്കട വല്ലതും കിട്ടും. ഇവരോട് ചോദിച്ചു അവനാ മിക്കവാറും ചായ കുടിക്കുന്ന പിന്നെ ആരുടെ കൂടെ ആയിരിക്കും? അവൻ്റെ കൂടെ തന്നെ. അവൻ കണ്ണൂരിൽ നിന്നായിക്കോട്ടെ, ഇനി തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ, അവൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. ആണോ അല്ലേ? മലയാളിക്ക് കേരളത്തിലെ വിലയില്ല, അത് വേറെ കാര്യം. ഒന്ന് അമേരിക്ക പോയി നോക്കണം, ഒരു മലയാളിയെ കണ്ട് അപ്പം നമ്മൾ അവൻ്റെ കൂടെ ആയിരിക്കും. ബിക്കോസ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതേപോലെ നിങ്ങൾ അറിയണം, ബിസിനസ്സിന് പോകുന്ന സമയത്ത് മലയാളം അറിയാനിട്ട് മലയാളത്തിൽ പറയാൻ പറ്റില്ല. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ലിമിനൽ, അണ്ടർ ദ റഡാർ. കാരണം പൈസ മുടക്കിയില്ലേ, സമയം മുടക്കി പൈസ മുടക്കിയിട്ട് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കറക്റ്റായിട്ട് അറിയണം. അല്ലാതെ ഇംഗ്ലീഷ് അറിയാൻ വേണ്ടി പോകരുത്. സംടൈം നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിച്ചാൽ ആരഗൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിസിനസ് തരാതെ വിട്ടുകളെ. സർ, അവർ കമ്പനി is one of the best, you know. പിന്നെ എല്ലാവരും മോശം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പ്രോഡക്റ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ്. കഞ്ചാവ് വിൽക്കുന്നതിനും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആണോ ഇല്ലേ? ഒറിജിനൽ ഇടുക്കി ഗോൾഡ്. കഴിക്കുന്നവൻ ചത്തുവോ, അത് വേറെ കാര്യം. എല്ലാവരും നല്ലതെന്നേ പറയില്ലോ. എന്നെയാണ് നിർത്താൻ പ്രത്യേകം. എന്നെയാണ് കൊച്ചുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കൊച്ചുടാ നീ ഇവിടെ എൻ്റെ കൂടെ വന്ന് ക്ലാസ് എടുത്ത് എനിക്കൊരു പ്രശ്നം. Okay, so I'm trying to tell you, don't go and tell people that you are the best product. എന്ന് പറയണ്ട. Try to create a relationship with people. അവന് ഇഷ്ടപ്പെട്ട അവൻ പറയും. എല്ലാം ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോയതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ പറഞ്ഞു, എത്രയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു. സാറേ ഒരു 3 crores വേണം സാറേ. 3 crores and my son is looking for. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങളത്തെ ട്രസ്റ്റ് വന്നു. നിങ്ങൾ ആകെ പോയത് ഒരു 7,000 രൂപയുടെ സാധനം വിൽക്കാനാണ്. അയാൾ തന്നത് നിങ്ങൾക്ക് ഏകദേശം 50 lakhs ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം തന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡോണ്ട് തിങ്ക് യൂണിവേഴ്സ് ഈസ് നോട്ട് വാച്ചിങ്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയി പിച്ചക്കാരെ പോയി ഇതാണ് പറയുന്നതിന്റെ പേരുള്ള പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ഗെറ്റിംഗ് യുണൈറ്റഡ് വിത്ത് യുവർ സെൽഫ്. യോഗ, ഒന്നിക്കുക, സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേറ്റീവ് മൈൻഡ്, പ്രേയർഫുൾ സ്റ്റേറ്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന്. ഐ എം ഓൺലി ട്രൈങ് ടു ബി ഇൻ എ പ്രേയർഫുൾ സ്റ്റേറ്റ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഡോണ്ട് ലിമിറ്റ് ടു എ പ്രേയർ റൂം. മെഡിറ്റേഷൻ കാലത്ത് 5 മണിക്ക് ചെയ്യേണ്ടതല്ല, ഇവിടെ വെച്ച് ചെയ്യണം. ഫീൽഡിൽ ഇറങ്ങിപ്പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. നെറ്റ് വേണ്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് വീട്ടിലുള്ളപ്പോഴല്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ 5G എന്നുള്ളൊരു സാധനമുണ്ട്, 4G
ഇപ്പൊ കേരളത്തിലുണ്ട്. ചില സ്ഥലത്ത് പോയാൽ 3G ആണ്, ചില സ്ഥലത്തേക്ക് no G ആണ്. നമ്മൾ ബോർഡ് എടുത്തിട്ട് കുടുങ്ങിപ്പോയി. കൊടൈക്കനാലിൽ പോയതാണ്, ഇപ്പൊ no G 3 ദിവസമായിട്ടില്ല. കഴിഞ്ഞ 3 ദിവസം ഞാൻ no Gയിലായിരുന്നു ദുബായിൽ. ആര് വിളിച്ചാലും എന്നെ കിട്ടത്തില്ല. പറയാവുന്ന കാര്യം വേറെ ഒന്നുമില്ല. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ G ആണ്. ബിസിനസ് ടൈമിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ G ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു കൻ ഡു ഇറ്റ്. സോ ഹൗ യു കൻ ഡു ഇറ്റ് ഈസ് ചേഞ്ച് യുവർ ബിഹേവിയർ. ചേഞ്ച് യുവർ ബിഹേവിയർ. ഹൗ കൻ യു ചേഞ്ച് യുവർ ബിഹേവിയർ? ചേഞ്ച് യുവർ വേർഡ്സ്. ചേഞ്ച് യുവർ വേർഡ്സ്. ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കയറി വിശ്വസിക്കരുത്. മാണിപ്പോൾ പറഞ്ഞാലും വിശ്വസിക്കരുത്. കറക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവൂ. സ്വന്തം അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും. ഈ കച്ചവടമൊക്കെ ചെയ്ത കേരളത്തിൽ ഇതൊക്കെ പൂട്ടല്ലേ എന്ന് പറയും. എന്താ കേരളത്തിലെ ആൾക്കാർ കച്ചവടം ചെയ്യുന്നില്ലേ? പൂട്ടുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ട് കുടിയൻ ബാറിന് കാണുന്ന പോലെ നിങ്ങൾ എന്ത് കാണുന്നു എന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ടെൽ യു വേർ യു വിൽ എൻഡ് അപ്പ്. വായ നോക്കി അവിടെ പോയാലും ആരെ കാണും? സ്വന്തം അച്ഛൻ മുമ്പിൽ പോയാലും കാണില്ല, സ്വന്തം അച്ഛൻ അങ്ങോട്ട് പോകുന്നത് കാണില്ല. വായ നോക്കി കറക്റ്റായിട്ട് കാണും. ഭക്തൻ അമ്പലങ്ങൾ കാണും, പഠിക്കുന്നവൻ കാണുന്ന കാര്യങ്ങൾ വേറെ, അസുഖമുള്ളവൻ കാണുന്ന കാര്യങ്ങൾ വേറെ. എവിടെ പോയാലും മെഡിക്കൽ ഷോപ്പ്, ഹോസ്പിറ്റൽ. കാരണം എപ്പോൾ വീഴും അറിഞ്ഞുകൂടല്ലേ സാർ, അതുകൊണ്ട് അവർ റെഡി ആയിരിക്കും. എവിടെ പോയാലും മെഡിക്കൽ ഷോപ്പ്, അസുഖങ്ങൾ, ക്യാൻസർ. നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ചോദിക്കും ഇവിടെ ആർക്കെങ്കിലും അസുഖമുണ്ടോ? എൻ്റെ അപ്പൂപ്പന് അസുഖമുണ്ട്, ക്യാൻസർ. ഓ കണ്ടാ, അവൻ അതേ ഡിസ്കസ് ചെയ്യലോ. പിന്നെ അവന് എങ്ങനെ ഗുണം പിടിക്കും? ടോക്ക് ദ ഓപ്പോസിറ്റ്. കഷ്ടമാണ്, മാറ്റണം. 60,000 thoughts crosses your mind every day whether you like it or not. Out of which 90% is old and repeated again and again. And around ബാക്കിയുള്ള 10 അതിൽ 90% നെഗറ്റീവാണ്. ആ ഒരു 10% ആണ് നമുക്ക് കുറച്ചാണ് ഒരു നല്ല തോട്ട്സ് വരുന്നത്. അത് കോൺഷ്യസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. കോൺഷ്യസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പേരാണ് സംസ്കരിക്കുക. അതിന്റെ പേരെന്താണ്? സംസ്കാരം. അല്ലാതെ കോമൺ മാൻ്റെ അടുത്ത് ഐഡിയ ചോദിക്കരുത്. കാരണം ഇവരൊന്നും പൊക്കമുള്ളതുകൊണ്ടും തടിയുള്ളതുകൊണ്ടും MP ഉള്ളതുകൊണ്ടൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. ജയിക്കുന്നതിൻ്റെ അടുത്ത് വേണം ചോദിക്കുന്നത് എങ്ങനെ ജയിക്കാതെ. ദുബായിക്ക് എങ്ങനെ ദുബായിൽ പോയി എന്ത് ചെയ്യണം എന്നുള്ളത് ദുബായിൽ നിന്ന് വന്നവൻ്റെ അടുത്ത് ചോദിക്കണം. അല്ലാതെ ഇവിടെ തെണ്ടി നടക്കുന്ന പണിയില്ലാത്തവൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. അവിടെ അധികം കഷ്ടപ്പെടുന്നിടത്ത് കറക്റ്റായിട്ട് ചോദിക്കുക. അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഇല്ല, അനുഭവമുള്ള അടുത്തേ ചോദിക്കാവോ, അല്ലാതെ പലയിടത്തും അഭിപ്രായം ഒന്നും ചോദിക്കരുത്. അലേർട്ടായിരിക്കുക. കാരണം വി ആർ സ്പെൻഡിങ് അവർ ടൈം, മണി ആൻഡ് എഫേർട്ട് എവറി ഡേ. ടുഡേ യു ആർ സ്പെൻഡിങ് യുവർ ടൈം, യു ആർ സ്പെൻഡ് യുവർ മണി ആൻഡ് എഫേർട്ട്. ഒരു ദിവസം ചെറുതായിട്ട് കാണരുത്. എന്തിനെങ്കിലും വേസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ചെറുതിനെ ചെറുതായി കണ്ടാൽ വലുത് നിങ്ങൾക്ക് ചെറുതായി മാറും. ചെറുതിനെ ചെറുതായി കാണരുത്. വാല്യൂ, ചെറിയ കൊച്ചിനെ പോലും വാല്യൂബിൾ ആയിട്ട് കാണാവും. എല്ലാവർക്കും വാല്യൂബിൾ ആയിട്ട് നമ്മൾ നിൽക്കണം. ഓക്കെ, സോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. ഇവിടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഇതിന്റെ പുറകെ നടന്നാൽ മതിയെന്ന്. ഒരു വലിയ ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്ന വലിയ ആൾക്കാരെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു ഒന്നുമില്ല. അതൊക്കെ തോന്നലാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫ്രണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് വരും. കാരണം വലിയ ആൾക്കാരത്ത് 1000 പേരാണ് പോകുന്നത്. ആണോ ഇല്ലേ? വലിയ ആളായ മതി, എല്ലാവരും അവരുടെ അടുത്ത് പോകും. ഇപ്പൊ വന്ന് ചോദിക്കുന്നതിൽ 1000 പേരിൽ 1001 നിങ്ങൾ. നിങ്ങളൊന്ന് പോപ്പുലർ ആയാൽ മതി, എല്ലാവരും അവൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, സാർ എനിക്കൊരു ജോലി വാങ്ങിച്ചാൽ, എൻ്റെ മോനൊരു ജോലി വാങ്ങിച്ചാൽ. ഇയാളെ ഇത് കേട്ട് മടുത്തു. അപ്പോൾ നിങ്ങളുടെ നേരം വലിയ ആളുടെ അടുത്ത് നിങ്ങൾ പോയി ചോദിക്കാൻ. നമ്മൾ സാധാരണ ഒരാൾ ചോദിക്കും, ചോദിക്കാത്തവൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കുക, അയാൾ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യും. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമുക്കൊരു ജഡ്ജ്മെന്റ് ഒക്കെ വേണ്ട. പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയും. ഞാനിവിടെ നിന്നപ്പോൾ നിങ്ങൾ എന്നെ പ്രീ ജഡ്ജ് ചെയ്തു. 10 മാർക്കിൽ എന്നെ അറിയാത്തവരെനിക്ക് അറിയാം, 3 2.5 മാർക്ക് തന്നു കാണും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയാൻ ഇയാളെ പൊട്ടത്തല്ല. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പിടിക്കാൻ സൽമാൻ ഖാനെ പോലെ 8 വേണം. ഏറ്റവും വലിയ പേഴ്സണാലിറ്റി എൻ്റെ ഭാഗ്യത്തിന് മഹാത്മാഗാന്ധിയാണ്. സാമ്പിളിൽ പോലും മസിലില്ല. സാമ്പിളിൽ പോലും മസിലില്ല. തലയിൽ മുടി ഒട്ടുമില്ല, ഒന്നുമില്ല. അതിനുവേണ്ടി ഇപ്പം അതുപോലെ നടന്നു കളയരുത്. പറയാവുന്ന വേറെ ഒന്നുമില്ല. ലെറ്റ്സ് നോട്ട് പ്രീ ജഡ്ജ് പീപ്പിൾ. ലെറ്റ്സ് നോട്ട് പ്രീ ജഡ്ജ്. കാണുമ്പോൾ തന്നെ അളക്കരുത്. ഇപ്പം എനിക്ക് നിങ്ങൾ 3 തന്നിരുന്നെങ്കിൽ ഞാൻ തുടങ്ങിയപ്പോൾ മോശമാണെങ്കിൽ കീഴ് താഴെ പോകും, നന്നായെങ്കിൽ മേലെ പോകും. ആണോ ഇല്ല? അതിൻ്റെ അർത്ഥം എന്താണ്? യു പ്രീ ജഡ്ജ് പീപ്പിൾ വിത്തൗട്ട് എ നോളജ് ആൻഡ് ദാറ്റ്സ് എ സബ് കോൺഷ്യസ് കോമ്പിറ്റൻസി. സബ് കോൺഷ്യസിന്റെ ഒരു അബദ്ധമാണ് അത്. ഇനിയെങ്കിലും ആൾക്കാർ അളക്കാതിരിക്കുക. അളക്കാൻ തോന്നിയാൽ പറയാം, വേണ്ട 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 മനസ്സിലാക്കി. ഇനി അളക്കരുത്. നല്ല വീട്ടിൽ വലിയ കാറൊക്കെ ഉണ്ടെന്ന് ആളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. പെട്രോൾ അടിച്ചിട്ട് കുറെ കാലം അതുകൊണ്ട് എടുത്തിട്ടില്ല. വീട്ടിൽ പുറത്തേക്ക് എടുക്കണമെങ്കിൽ 1000 രൂപയുടെ പെട്രോൾ അടിക്കണം, 300 രൂപയുള്ളൂ. അയാളെ വണ്ടി എടുത്തിട്ടില്ല. ഇതൊക്കെ തമാശയായിട്ട് പറയുന്നില്ല. വെറും ബൈക്കിൽ പോകുന്നതിൻ്റെ അടുത്ത് ചില 10 കോടി ഉണ്ടാവും. ഡോണ്ട് പ്രീ ജഡ്ജ് പീപ്പിൾ. പൊക്കം വെച്ച് കളർ വെച്ചൊന്നും ജഡ്ജ് ചെയ്യരുത്. കളറ്, പൊക്കം, തടി, ഹാൻസം ആയിരിക്കുന്നു അതിനൊക്കെ വിചാരിച്ചിട്ട് ഇനി ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് യു കം ടു ദ മെയിൻ സ്ട്രീം. എവിടെ വന്നു? മെയിൻ സ്ട്രീം പബ്ലിക് ലൈഫിൽ വന്നു കഴിഞ്ഞു.
തമിഴ് പറയും വേണ്ടുതൽ വേണ്ടാമ ഇലാനടി ചേർന്നാർക്ക് യാണ്ടും വിടുമ്പ ഇല. വല്ലതും മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയും സാർ ഞങ്ങൾക്ക് തമിഴ് അറിഞ്ഞൂടാ. ഞാൻ ഈ തമിഴ്നാട്ടിൽ പറഞ്ഞ അവർക്ക് അറിഞ്ഞൂടാ. പിന്നെയല്ലേ അതിന് അർത്ഥം നന്നായതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. എവിടെ പോയാലും അളക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുവള്ളൂർ ആരും അളക്കരുത്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പാവം പോലെ നിൽക്കുന്ന പയ്യനായിരിക്കും നാളത്തെ രാജാവെന്ന്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പാവം പോലെ നിന്നുകൊണ്ടിരിക്കും. 2 കൊല്ലം കൊണ്ട് അവന്റെ ഓഫീസിൽ കയറാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ ഇന്ന് തിളങ്ങി നിന്നുകൊണ്ടിരിക്കും. 2 കൊല്ലം കഴിയുമ്പോ എന്തായാലും ദൈവത്തിലേ പറയും. ആരെയും അളക്കണ്ട എന്നാണ് പറഞ്ഞത്. അളക്കാൻ തുടങ്ങി നിങ്ങൾ കുടുങ്ങിപ്പോ. വേണ്ടുതൽ വേണ്ടാമെന്ന് വെച്ചാൽ ഇത് വലിയ സംഭവമാണ്, ഇത് ചെറിയ സംഭവം, ജഡ്ജൊന്നും ചെയ്യണ്ട. അങ്ങനെ ജഡ്ജ് ചെയ്യാത്ത സംഭവം നിങ്ങൾക്ക് അങ്ങനെ അതിനാണ് പറയുന്നത് രാജപാർവൈ. അന്ന് ദൈവത്തിന്റെ നോട്ടം എന്ന് പറയും. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭംഗി കൂടിയതുകൊണ്ടും പഠിത്തം കൂടിയതുകൊണ്ടും കാലില്ലാത്തതുകൊണ്ടും നിങ്ങൾ ചെറുതും ആവില്ല, മറ്റോ വലുതും ആകത്തില്ല. കാരണം അദ്ദേഹം ഉണ്ടാക്കി വിട്ടത്. അദ്ദേഹത്തിന് ഒരു നോട്ടേ, അദ്ദേഹം മെറ്റീരിയൽ ദേഹത്തിനെ കാണത്തില്ല, അദ്ദേഹത്തിന് അതിന് ബിയോണ്ടേ കാണത്തില്ല. അതുപോലെ നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സീ ദാറ്റ് വേ, അങ്ങനെ കാണാവൂ. ബിക്കോസ് ഇഫ് യു വാണ്ട് ടു സക്സീഡ് ടുമോറോ യു വിൽ ഓൾസോ ഹാവ് എ ടീം. ഒരു 20 പേര് 10 പേര് 4 പേരൊക്കെ കാണും. ആണോ ഇല്ലേ? ഉണ്ടാവില്ല. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ തന്നെ ഇരുന്നിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു 2 പേര് നമ്മുടെ ടീമിലുണ്ടാവും. ഒരു കളി കളിക്കണമെങ്കിൽ ടീമും കൂടെ ചേർന്ന് കളിക്കണം. ആരാ കളിക്കേണ്ടത്? നിങ്ങളുടെ കൂടെ ഉള്ളവൻ നിങ്ങളുടെ പാരയായി മാറിയ പോയി. ചിരിച്ചോണ്ടൊക്കെ നിൽക്കും, അവനായിരിക്കും ഏറ്റവും വലിയ പാരയായി മാറുന്നത്. എങ്ങനെ പാരയാവുന്നതെന്നും കൂടെ അറിയണം. The moment you create a sound, in the sound there is ഈ 6th sense called mind-ൽ 2 സൗണ്ട് ഉണ്ട്. മൈൻഡ് എന്ന് പറഞ്ഞാൽ 6th സെൻസ് ആണ്. അതിന് 2 സൗണ്ട് ഉണ്ട്. സൗണ്ട് എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. അട്രാക്ഷൻ റിപ്പൾഷൻ അത് മാഗ്നറ്റിന്റെ ഇതാണ്. ദ 6th സെൻസ് ടച്ച് ടേസ്റ്റ് സ്മെൽ സീ ഹിയർ. ഭൂമി, വെള്ളം, കാറ്റ്, വെളിച്ചം, ആകാശം കഴിഞ്ഞ് 6th സെൻസ് എന്ന് പറയുന്നത് നോർത്ത് പോൾ സൗത്ത് പോൾ. അട്രാക്ഷൻ റിപ്പൾഷൻ. മുഖം മോന്ത. വാണ്ട് ടു ഡു, ഐ ഹാവ് ടു ഡു. അപ്പോൾ ഈ ഹാവ് ടു ഡു എന്ന് പറയുന്ന ഏരിയ പോലെ തന്നെ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്നിട്ട് ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അത്ര പേരും നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. വേറെ ഒന്നും പഠിക്കണ്ടേ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ വിശ്വസിക്കണ്ട, വെറുതെ കേട്ടാൽ മതി. സൗണ്ട് ഓഫ് അതോറിറ്റി ആൻഡ് സൗണ്ട് ഓഫ് അട്രാക്ഷൻ. ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു സ്വിച്ച് ഓൺ ദ മൊബൈൽ. ഓക്കെ, ഇത് സൗണ്ട് ഓഫ് അതോറിറ്റി ആണോ അട്രാക്ഷൻ ആണോ? നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ സ്നേഹത്തിലാണ് കാര്യമാണ് പറഞ്ഞത്. ഈ കേൾക്കുന്നവർക്ക് ഇത് അതോറിറ്റിയുടെ സൗണ്ടാണ്. സ്വന്തം അച്ഛൻ പോയി പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയാണ് അട്രാക്ഷനാണ്. ഇവൻ പോവല്ലേ, ഇവന്റെ അതോറിറ്റി ഇവൻ കാണിക്കും. ഈ അച്ഛൻ ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പയനായിട്ട് മനസ്സിന്റെ അടുത്തെത്താൻ പറ്റില്ല. ഈ മനുഷ്യൻ പൊട്ടൻ ഈ മകന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ അതോറിറ്റിയുടെ സൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി അയാൾ മരിക്കും. ഒരു 10 മിനിറ്റ് കണ്ടില്ലെങ്കിൽ കക്കൂസ പോവുകയാണ്. 10 മിനിറ്റ് അവനെ കണ്ടില്ല, ഒരു എക്സിബിഷനിൽ കണ്ടില്ല. എന്നാൽ സംസാരിക്കാൻ മൊത്തം അതോറിറ്റി. അതിനാണ് പറയുന്നത് ബോധമില്ല നമുക്കൊക്കെ. ഈ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ കയറി വരുന്ന സമയത്ത് അതോറിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ആൾക്കാർ പോലും നമ്മളൊന്ന് സ്വന്തം മകൻ പോലും വിരിഞ്ഞു പോകണമെങ്കിൽ അറിയാതെ നിങ്ങൾ അതോറിറ്റി എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ യു ആർ ഇൻ ട്രബിൾ. ഐ ഡിഡ് മൈ ഡോക്ടറേറ്റ് ഇൻ ടൊണാലിറ്റി. ടൊണാലിറ്റിയാണ് ഞാൻ ഡോക്ടറേറ്റ് ഉണ്ടാക്കിയത്. ഈ ഫോണിലെടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ മതി. അവൻ വിചാരിക്കും ഏതോ പോലീസാണ് വിളിച്ചത്. സർ വി വാണ്ട് ടു സെൽ അവർ പ്രോഡക്റ്റ് ടു യു. തെണ്ടി കാലത്തെ വിളിച്ചിരിക്കുന്നവർ. എന്നിട്ട് അയാൾ ഫോൺ വെച്ചത്. ഇവന്റെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആണ്. ഇവന് ഇംഗ്ലീഷ് അറിയുന്നിട്ടാണ് ഈ പൊട്ടൻ ഇവന് ജോലി കൊടുത്തു വെച്ചിരിക്കുന്നത്. ആര്? നമ്മുടെ മുതലാളി. ഇവന്റെ ഇംഗ്ലീഷ് അമേരിക്ക എന്നാണ് പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇവന്റെ ടൊണാലിറ്റി കേട്ട ഇവന്റെ കമ്പനി പൂട്ടുക മാത്രം മതി. ഇവന് അത് പറ്റല്ലോ. അടിപൊളി ഇംഗ്ലീഷാണ്. കൂട്ടിക്കൊടുത്തു 6 മാസം കൊണ്ട്. അതോറിറ്റിയുടെ ടോൺ ഇനി എങ്ങനെ വന്നാലും ഇനി സ്വന്തം ഭാര്യ പോലും നിങ്ങളായിട്ട് അടുക്കാൻ പറ്റില്ല. ഫഗറ്റബിൾ യുവർ സൺ. സഹിച്ചോണ്ടിരിക്കും നിങ്ങളൊക്കെ. വേറെ വകുപ്പില്ല. അമേരിക്ക ആണെങ്കിൽ കളഞ്ഞിട്ട് പോയായിരുന്നു. നമ്മളൊക്കെ എന്തോ കളയേണ്ടതാണ്. ഭാഗ്യം ഇന്ത്യ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. സൗണ്ട് ഓഫ് അതോറിറ്റി ആൻഡ് അട്രാക്ഷൻ. ടൊണാലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് 38 മാർക്കാണ്. ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം എന്നൊക്കെ പറഞ്ഞു കളയരുത്. നാളെ തൊട്ട് പോകുന്ന സമയത്ത് യുവർ സൗണ്ട് കനോട്ട് ബിക്കം ഇൻഫീരിയർ ആൻഡ് യുവർ സൗണ്ട് കനോട്ട് ബിക്കം സുപ്പീരിയർ. അപ്പൊ നിങ്ങൾ പറയും സാർ ഞാൻ എങ്ങനെ ബാലൻസ് സെറ്റ് ചെയ്യും? ബാലൻസ് ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യണ്ട. അതൊക്കെ താനെ സെറ്റ് ആകും. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതും കൂടെ അറിയണം. എന്തെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗണ്ട്, ബോഡി ലാംഗ്വേജ് ഒക്കെ മെറ്റീരിയലാണ്. ഇവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ. പുറകിലോട്ട് പോകണം.
പുറകിലോട്ട് പോകണം. അതെങ്ങനെ പുറകിലോട്ട് പോകണം? താജ്മഹൽ എവിടെയാണെന്ന് ചോദ്യം ഞാനൊരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു. വേറെ താജ്മഹൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ച് കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു ആഗ്ര എന്ന് പറഞ്ഞു. എന്താണ്? ആഗ്ര. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞു. പറയാം സാർ. എന്നിട്ട് 3 എണ്ണം ഇങ്ങനെ ഇരിക്കുക. താജ്മഹൽ എവിടെയാണ് ആദ്യം ഉണ്ടായത്? പറയാൻ പേടി. ഷാജഹാന്റെ അത് പറയാൻ ശ്രമിക്കുകയാണ്. ഷാജഹാന്റെ മനസ്സിലാണോ സാറേ എന്ന് ചോദിച്ചു. അതെ, ഷാജഹാന്റെ മനസ്സിലല്ലേ താജ്മഹൽ ആദ്യം ഉണ്ടായത്. പിന്നെ അടുത്ത ചോദ്യം, ഷാജഹാന്റെ മനസ്സിൽ താജ്മഹൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ താജ്മഹൽ ഉണ്ടാവോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ആലോചിച്ചു. ഉണ്ടാവില്ല സാറേ, ഉണ്ടാവത്തില്ല. ഷാജഹാന്റെ മനസ്സിൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ലോകത്ത് അത് ഉണ്ടാവില്ല. ഷാജഹാന്റെ മനസ്സിൽ താജ്മഹൽ ഉണ്ടായില്ലെങ്കിൽ താജ്മഹൽ ഉണ്ടാവാത്ത പോലെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ സക്സസ് മനസ്സിൽ, വാക്കിലല്ല, ക്ലെയിംസിലല്ല, നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവത്തേ ഇല്ല. ഈ വായെന്ന് പറഞ്ഞാൽ വെറും നുണയാണ്. ഒരാളെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും, അകത്തുനിന്ന് പോടാ തെണ്ടി എന്ന് പറയും. പറയും ഒരുത്തൻ കാലത്ത് 6 മണിക്ക് വരും. അതോ കണ്ടിട്ട് കുറെ ദിവസമായി, ഇവന് വേറെ പണിയില്ല, കാലത്ത് 6 മണിക്ക്. മനസ്സ് വേറെ, സത്യം മാത്രമേ പറയൂ. ഈ സത്യം ഈ പുറവും അകവും ഒരുപോലെ ആകണം. പുറത്ത് ഞാൻ വലിയ ആളാവുന്ന നമുക്ക് സ്റ്റേജിൽ പറയാം, അവിടെ പറയാം, ഇവിടെ പറയാം, KFC-യിൽ പറയാം, ലോൺ എടുക്കുന്ന ബാങ്കിൽ പറയാം, ക്ലയന്റിന്റെ അടുത്ത് പറയാം, എല്ലാം പറയാം. 1000 പേര് നിങ്ങളെ വന്നിട്ട് പറയും സാറേ സംഭവമാണ് സാറേ എന്ന്. ക്യൂവിൽ നിന്ന് പൂവൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൂവ് വാങ്ങിച്ചാ വെരി ഗുഡ്, പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങോട്ട് സാർ സൂപ്പർ സാറേ എന്ന്. അപ്പൊ അകത്തുനിന്നൊരു ഒച്ച എവിടെയാന്ന്, എന്താണ് അകത്തുനിന്നൊരു ഒച്ച എവിടെയെന്ന്. തീർന്നില്ലേ? ഈ അകത്തത്തെ ഒച്ച മാത്രമാണ് സത്യം. കാരണം അകം പുറത്ത് സത്യമാക്കി തരും. താജ്മഹൽ ഇവിടെ ഉണ്ടായാലും ഇവിടെ ഉണ്ടാവും. ചേഞ്ച് യുവർ സെൽഫ് എസ്റ്റീം. ആരെടുത്തും ഡോണ്ട് ട്രൈ ടു പ്രൂവ് ടു പീപ്പിൾ ദാറ്റ് യു ആർ സ്മാർട്ട്. നിങ്ങൾ സ്മാർട്ടാന്ന് ആരെയും കാണിക്കരുത്. അവർ കണ്ടോട്ടെ, പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവർ കാണട്ടെ, അനുഭവിക്കട്ടെ. സക്സസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ഗോ ആൻഡ് ക്ലെയിം. സക്സസ് ഈസ് സംതിങ് ദാറ്റ് യു അച്ചീവ്. വളർന്നൊന്നും നിങ്ങൾ പോലും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുകളെ, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നുകളെ, അവിടെ എത്തേണ്ട ആൾ ഇവിടെ നിന്നുകളെ. അതുകൊണ്ടാണ് പറയുന്നത് talk to yourself responsibly. How you change your behavior is change your words. And when you change your words, you will start changing the thoughts. And when you change your thoughts, your feelings change. And the feelings, there are 7 places where your mind keeps moving. 7 സ്ഥലം, എല്ലാം 7 ആണ്. 7 സ്വരം, 7 കളർ, 7 ടച്ച്, 7 ടേസ്റ്റ്. 7 ടച്ച് എന്ന് വെച്ചാൽ ടച്ച് 7 ആണ്. ഇവിടെ തൊട്ടാൽ വേറെ. ഒരാൾ സങ്കടത്തിലിരിക്കുമ്പോൾ നമ്മൾ പോയി തലയല്ല തൊടുന്നത്. എവിടെ തൊടുന്നത്? നമ്മുടെ അദ്ദേഹത്തിന്റെ മുതുകാണ് തൊടുന്നത്. ആണോ ഇല്ലേ? ഇപ്പൊ ഒരാൾ വന്ന് നേരെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ട് തൊട്ടാൽ ഇങ്ങനെ ആയിപ്പോ. ആണോ ഇല്ലേ? പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. കാലിന്റെ അടിയിൽ അച്ഛൻ ഉറങ്ങി കിടക്കുമ്പോ അച്ഛ അമ്മ വിളിച്ചു എന്നിട്ട് ഇങ്ങനെ കാണിച്ചു. നല്ല കിടന്ന് ഉറങ്ങിയത് 1/2 മണിക്കൂറിന് ഉറക്കം മാറി കിട്ടി. ഇങ്ങനെ തട്ടി ഏൽപ്പിക്കുന്നതിന് മോഹൻ ഇങ്ങനെയാണ്, ഇങ്ങനെ കാലിലടി കഴിഞ്ഞില്ലേ? 7 ടച്ച്, 7 ടേസ്റ്റ്, 7 സ്മെൽ, 7 മനസ്സ്. പലരും ചോദിക്കും മനസ്സ് എവിടെയാന്ന് ചോദിക്കും. മനസ്സ് ഇതിൻ്റെ അകത്ത് ഓടിക്കളിക്കും. താഴെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിനാണ് മേലെ ഇരിക്കണം എന്ന് പറയുന്നത്. മനസ്സൊക്കെ മേലെ നിർത്തണം. മേലത്തെ 3 തോട്ട്സ്, താഴത്തെ 3 ഇമോഷൻസ്, നടുക്കത്തെയാണ് ഫീലിംഗ്. ഫീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വാട്ട് യു ഫീൽ യു ഹാവ് ഇറ്റ് എവറി ഡേ. നിങ്ങൾ തൊഴിൽ എല്ലാം പഠിച്ചു, എല്ലാം അറിയാം, ഭയങ്കര സംഭവമാണ്, ഭയങ്കര പ്രോഡക്റ്റാണ്, എല്ലാം നല്ലതാണ്. ഫീലിംഗ് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു അട്രാക്ട് റോങ് തിങ്സ് ഇൻ യുവർ ലൈഫ്, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. പഞ്ചസാര ഞാൻ എടുത്ത് ഇവിടെ തറയിട്ടു, 1/2 മണിക്കൂർ കൊണ്ട് ആരെത്തും? ഉറുമ്പെത്തും. പഞ്ചസാര മുമ്പ് അവിടെ ഉണ്ടായിരുന്നു കുപ്പിയിൽ, എത്തിയില്ലല്ലോ. കുപ്പിന്ന് തുറന്ന് കുപ്പിയെ ചുറ്റി ഞാനിങ്ങനെ ഇട്ടിട്ട് അടച്ചു. അപ്പൊ തന്നെ ഒരു മെസ്സേജ് പോയി, ഷുഗർ റെഡി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഓ, നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ മൊബൈലിൽ മാത്രമേ മൊബൈൽ അയക്കാൻ പറ്റുള്ളൂ? 5 സെൻസ് മാത്രം അറിയുന്ന നമുക്ക്, 3 ഡയമെൻഷൻ മാത്രം അറിയുന്ന നമുക്ക്, നമ്മൾ കാണുന്നതാണ് സത്യം, നമ്മൾ അറിയുന്നതാണ് സത്യം എന്നൊക്കെ വെറും പൊട്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ വേൾഡ്. ഉറുമ്പിന് വിലയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉറുമ്പ് ചെറുതായതുകൊണ്ട് ചെറുതൊന്നും ആവത്തില്ല. അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ, പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിക്കുന്ന ഉറുമ്പിന് പഞ്ചസാര ഇവിടെ ഉണ്ടെന്ന് അറിയിക്കും. ആൻഡ് ഉറുമ്പുകൾ മിലിറ്ററി പൊസിഷനിൽ വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഉറുമ്പും പഞ്ചസാര പെറുക്കത്തില്ല. ചിലത് വന്ന് കോഡൻ ചെയ്യും, ചിലത് മാത്രമേ പെറുക്കും, ലേബർ മാത്രമേ പെറുക്കൂ. പെറുക്കിട്ട് അത് പോവും, പൊയ്ക്കോളം പറഞ്ഞാൽ പോവും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ വന്നു പോകുന്നത്. യൂണിവേഴ്സ് ഇസ് എ ഇൻഫോർമർ. ഇതേപോലെ നിങ്ങൾ അറിയണം, ഒരു തേൻ, 1 പൂ ഇടന്നാൽ മതി. തേൻ 1 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ
2-3 കിലോമീറ്ററിന് തേനീച്ച വന്ന് GPS സെറ്റ് ചെയ്യും. നമ്മളൊക്കെ സെറ്റ് ചെയ്യുന്നില്ലേ? അപ്പല്ലോ ഡയമോറ അന്ന് സെറ്റ് ചെയ്ത് ഞാൻ വന്നു. അതേപോലെ അത് നമ്മളെല്ലാം ഇപ്പോഴാണ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. വിറ്റിങ്ങളെല്ലാം ആ കാലം തൊട്ടേ സെറ്റ് ചെയ്താണ് ട്രാവൽ ചെയ്യുന്നത്. മാഗ്നറ്റോ പെർസെപ്ഷൻ എന്ന് പറയും. അതൊക്കെ നമുക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. അപ്പോൾ വിറ്റിങ്ങൾക്ക് ആ സാധനം ഉണ്ട്. മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് ട്രാവൽ ചെയ്യുന്നത്. നമുക്കതില്ല. ഓക്കെ, വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു, ഇതിന് യൂണിവേഴ്സ് ഇൻഫോർമർ. ഇതേപോലെ നിങ്ങളുടെ കാലത്ത് എല്ലാം പഠിച്ചു, പ്രോഡക്റ്റ് നല്ലത്, എല്ലാം നല്ലത്, എന്നാൽ നിങ്ങളുടെ ഫീലിംഗ് മോശമാണെങ്കിൽ യു വിൽ എൻഡ് അപ്പ് മീറ്റിംഗ് ഓൺലി ദ റോങ് പീപ്പിൾ. കാലത്ത് ഫസ്റ്റ് ఏంటి കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് ബ്രഷ് ചെയ്യും, ആണോ ഇല്ലേ? കുളിച്ച് ബ്രഷ് ചെയ്ത് അടിപൊളി ഷർട്ട്, അടിപൊളി പാൻറ്, എല്ലാം കറക്റ്റ്. സോ യു ഡ്രസ്ഡ് അപ്പ് യുവർ ബോഡീനെ ഭയങ്കരമായിട്ട് ഡ്രസ്സപ്പ് ചെയ്തു, ആണോ ഇല്ലേ? എല്ലാവരും ബോഡി കറക്റ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്യും. കുളിക്കാൻ ഇപ്പോൾ സോപ്പിട്ട് കുളിക്കുക. ചിലർ 15 മിനിറ്റാണ് കുളിക്കുന്നത് ഡെയിലി. എല്ലാം കുളിക്കുക, വേഗം കഴുകുക, എല്ലാം കഴുകുക. മനസ്സിന് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അകത്തുനിന്ന് ഒരു ഒച്ച കിട്ടിയത് തന്നെയാണ്. ഒരുമാതിരി പിച്ചക്കാരനെ പോലെയാണ് മനസ്സിന് ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നടന്നാൽ തന്നെ ഒരു ഇന്റർവ്യൂവിന് പോവാണ്, നമുക്കൊന്നും കിട്ടില്ല, അന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. തൈ കെട്ടിയിട്ടാണ് പോകുന്നത് പൊട്ടൻ. ഡ്രസ്സിനെ കറക്റ്റായിട്ട് ചെയ്തു, മൈൻഡിനെ മാത്രം ഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈവൻ ഇഫ് യു ഡോണ്ട് ഡ്രസ് അപ്പ് യുവർ ബോഡി, പ്ലീസ് ഡ്രസ് അപ്പ് യുവർ മൈൻഡ്. അത് ഹാബിറ്റായി മാറ്റണം. എല്ലാ കാലത്തും എന്നിട്ട് പറയണം വാട്ട്സ് യുവർ ഫീലിംഗ്. അപ്പൊ നോക്കണം, പോയിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെ തന്നെയല്ലേ. അതിപ്പോ ബിഹേവിയറായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നാളെ തൊട്ട് ഫീലിങ്ങിന് എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും സ്റ്റാർട്ട് ബിലീവിംഗ് വേൾഡ് ഈസ് ബ്യൂട്ടിഫുൾ. ചേഞ്ച് യുവർ വേർഡ്സ്. അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതിന്റെ പേരെന്താണ്? ഇറ്റ്സ് കോൾഡ് ലേണിംഗ് കർവ്. അതിന് ലേണിങ്ങിന് ഒരു ടൈം ഉണ്ട്. അതിന് സബ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി എന്ന് സബ് കോമ്പിറ്റൻസിൽ ട്രാവലിംഗ് ടൈം. അതിനാണ് നമ്മൾ പറയുന്നത് പൺപെടുത്തുതൽ, കൾച്ചർ, ആ സംസ്കാരം എന്ന് പറയുന്നത്. അത് എവിടെ എല്ലാ സ്ഥലത്തും അത് ആവശ്യമാണ്. നിങ്ങൾ കാർ ഓടിക്കാൻ നിങ്ങൾ 15 ദിവസം പോവില്ലേ? പിന്നെ എന്തായി? വെറും ഡ്രൈവറായി. ഓടിക്കാൻ റോഡില്ല. ഇപ്പോൾ ഓടിക്കാൻ റോഡില്ല, ഒരു ഡ്രൈവറായി. കമ്പ്യൂട്ടർ പഠിച്ചു, എന്തിലായോ? 12,000 ശമ്പളം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിച്ചു, അതിന് ഒരു ഡിജിറ്റലും പഠിച്ചു, മറ്റൊന്നും പഠിച്ചു, 16,000 ശമ്പളം. ഇതിനൊക്കെ 2 കൊല്ലം 3 കൊല്ലമാണ് നിങ്ങൾ പഠിച്ചത്. ഇതൊന്ന് പഠിച്ചു നോക്ക്. ഒരു പൈസ ചെലവേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ചെയ്യത്തില്ലല്ലോ. ബിക്കോസ് ദ ഓൾഡ് ഇൻ യു, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പഴയ സാധനത്തിന് അത് കംഫർട്ട് സോണിൽ ഇരിക്കാൻ. അതിന് മോബ് സൈക്കോളജി. എല്ലാം പൊട്ടന്മാരാണെങ്കിൽ വ്യത്യാസമായി നമ്മൾ ഒന്ന് ചെയ്യാൻ നമ്മൾ പേടിക്കും. അതിനാണ് പറയുന്നത് മേക്ക് ഇറ്റ് എ പോയിന്റ്. നാളെ തൊട്ട് ആസ്ക് യുവർസെൽഫ് വാട്ട് ഈസ് എ ഫീലിംഗ്. അപ്പൊ നെഗറ്റീവായിട്ട് പാവം ഒരു ഭയം നടക്കൂടാ. ഇങ്ങനെയൊക്കെ ഒരു ഭയം ഉണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു അട്രാക്ട് റോങ് ഇൻഫർമേഷൻ, റോങ് ഫീലിംഗ്സ്, റോങ് തിങ്സ് ഇൻ ടു യുവർ ലൈഫ്. എങ്ങനെ? പഞ്ചസാര ഉണ്ടെങ്കിൽ ഉറുമ്പ്, ചത്ത എലി ഉണ്ടെങ്കിൽ ആരാ വരുന്നത്? അറ്റം എന്തെങ്കിലും വരും. ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ എന്താ വരുന്നത്? ഇവിടെ എല്ലാം വേണ്ടാത്ത സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് നല്ല കാര്യങ്ങൾ വരുമെന്ന് വിചാരിക്കരുത്. ഫീലിംഗ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എവറി തോട്ട് ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇമോഷൻ. ആൻഡ് വെൻ ദേ ടച്ച് ഇറ്റ് ബിക്കംസ് എ ഫീലിംഗ്. നാളെ കാലത്ത് 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, B2. എന്തിനാന്ന് ചോദിച്ചു. അവിടെ പോയാൽ അവർ പറയും ഇനി ഇദ്ദേഹത്തിന് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി തലയിൽ അതല്ലേ ഓടിക്കൊണ്ടിരിക്കുമോ. വൈകിട്ട് വീട്ടിൽ പോയപ്പോൾ ചെറിയ ഒരു ലൂസ് മോഷൻ പോലെ തോന്നി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിക്കാൻ കേട്ടോ, പേടി. അത് വിളിച്ചില്ല. അപ്പോഴേക്കും ഭാര്യ ചോദിച്ചു, എന്താ ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകുന്നില്ല? എൻ്റെ കഷ്ടം എനിക്കില്ലേ അറിയോ. അതിന് ലൂസ് മോഷൻ എന്ന് പറയും. പേടിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നടക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാതെ നിങ്ങൾ പോയാലും മൂത്രമൊഴിച്ച് കഴിയും. പേടിച്ച് മൂത്രമൊഴിച്ചെന്ന് പറയില്ലേ. അതിന് കൊച്ചുങ്ങളുടെ കാര്യങ്ങളെന്നല്ല പറഞ്ഞത്, വലിയ വലിയ ആൾക്കാരെയാണ്. ഭയങ്കരമായിട്ട് പേടിച്ചാൽ എല്ലാം പോകും. എല്ലാം. നാളെ കാലത്ത് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ പോയപ്പോൾ അവര് സാർ നിങ്ങളാണോ? നിങ്ങളുടെ പേര് പറയണം. വിനോദ്. നിങ്ങളാണോ വിനോദ്? ഓക്കെ, എനിക്ക് തോന്നി സാറിന് വിനോദാന്ന് തോന്നി. ആ ഫോട്ടോ അല്ലേ ഞാൻ കണ്ടു, നിങ്ങളുടെ പഴയ പേഴ്സിലുണ്ടായിരുന്നു. വിനോദ് ഇരിക്കൂ. നിങ്ങളുടെ പേഴ്സ് തന്നെയല്ലേ? നിങ്ങളുടെ തന്നെയാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ. സാറ് ഈ കളഞ്ഞ 4 ദിവസമായി. സാറേ ഒരു കാര്യം ഒപ്പിട്ടാൽ മതി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സാർ നമുക്കൊന്ന് ചായ കുടിക്കാം. അതൊന്നും വേണ്ട വിനോദം, നോ പ്രോബ്ലം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇതിനു വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം കക്കൂസം. നമുക്ക് നെഗറ്റീവ് തോട്ട്സിന് വല്ല പഞ്ഞുണ്ടോ? ചേഞ്ച്. അങ്ങനെ നെഗറ്റീവ് ആണെങ്കിലും കളിച്ച് തോൽക്കാം. ആദ്യത്തെ വിക്കറ്റ് പോയി.
ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആദ്യം നമ്മുടെ രോഹിത് ഔട്ടായി, അടുത്ത ഓവറിൽ മറ്റവൻ ഔട്ട്. അപ്പൊ മൂന്നാമത്തെ പോകുന്നതാണ്. കാണിച്ചാൽ എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പൊ എന്തിനാ അവൻ പോകുന്നേ. കളിച്ചു തോറ്റ് കളിക്കരുത്. കളിച്ചു തോറ്റ ഭംഗിയാണ്. തോൽക്കുന്നത് മോശമൊന്നല്ല. എപ്പോഴും ജയിക്കണമെന്നൊന്നും ആവശ്യമില്ല. ജയിച്ചവരെ ചോദിക്കണം. കരഞ്ഞിട്ടുണ്ടാവും, അവര് പഷ്ണി കിടന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന് അവർ ബെൻസിൽ പോകുന്നതും കോട്ടിട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കരഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ല. ചോറിനാ നടക്കാൻ പറ്റാതെ ശമ്പളം എല്ലാവർക്കും കൊടുക്കും, വീട്ടിൽ വാടക ഉണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടാവില്ല. അതിൽ പലരും ഇവിടെ കാണും, ആണോ ഇല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് വലിയതായി. അല്ലാതെ എപ്പോഴും ജയിച്ചവരൊന്നല്ല. കളിക്കണം. കളിക്കാന്ന് വെച്ചാൽ വേറൊന്നുമില്ല, മനസ്സിനെ തളർത്തരുത്. 5G നിൽക്കണം, 4G പോകണം. അറിയാതെ 3G ആണെങ്കിൽ ഇപ്പൊ മനസ്സിന്റെ അടുത്ത് പറഞ്ഞ് മേലെ കൊണ്ടുവരണം. ഊക്കം മുടിയോർ എല്ലാം മുടിയോർ. ഊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, മനസ്സുള്ളവർ. ഊക്കെന്ന് വെച്ചാൽ മനതിൽ മറുപെയർ തിറമൈ. മനസ്സിന് ഇനിയൊരു പേരുണ്ട്, അതിന്റെ പേര് കഴിവെന്നാണ്. മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ വൈബ്രേഷനാണ്. മനസ്സുണ്ടെങ്കിൽ മാത്രമേ വൈബ്രേഷൻ വരുള്ളൂ, അത് അകത്തുനിന്ന് വരും. മനസ്സിന്ന് സംസാരിക്കുന്നവർ മനസ്സിന്റെ അടുത്ത് പോയി എത്തും. വായന സംസാരിക്കുന്നവർ ചെവിയിലേ എത്തത്തുള്ളൂ. മനസ്സിനെ കൂടെ നിർത്തണം, നിർത്തി പഠിക്കണം. ആദ്യത്തെ ദിവസം സ്റ്റേജിൽ കയറി വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിയാത്ത ആൾക്ക് പൾസ് റേറ്റ് 82. എത്രയാണ്? 82 പൾസ് റേറ്റ്. അതിനാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് അതിന്റെ പേര് പോഡിയം എന്നാണ്. വിറയ്ക്കുന്നത് കാണാതിരിക്കാൻ, വീടാതിരിക്കാൻ. അതുകൊണ്ട് താങ്ക്സ്. ഓക്കെ, തുടങ്ങുന്നവർക്കുള്ള സാധനമാണ് ആ സാധനം. ആദ്യ ദിവസം പിടിച്ചോണ്ട് നിന്നു, 82 പൾസ് റേറ്റ്. ഒന്നും പറയാനില്ല. അപ്പൊ ഫ്രണ്ട് പറഞ്ഞു അച്ഛന്റെ പേര് പറയണേ. ആദ്യ ദിവസം വന്ന അച്ഛന്റെ പേരും മറക്കും. കാരണം അച്ഛന്റെ പേരൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സബ് കോൺഷ്യസിലാണ്. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മനസ്സ് റോട്ടിലെത്തി. നിങ്ങൾ വേണമെങ്കിൽ പോയി, ഞാൻ വരുന്നില്ല. അത് പോയി, അനാഥനായിട്ട് കളഞ്ഞിട്ട് പോയി. മനസ്സിന് ബോധമില്ല. അങ്ങനെയല്ലേ പേടിപ്പെടുത്തി വെച്ചിരിക്കല്ലേ. നിങ്ങൾ തിരിച്ചും പറഞ്ഞു നാളെയും പോടാ എന്ന് പറഞ്ഞു. സെക്കൻഡ് ഡേ നിങ്ങളുടെ പൾസ് റേറ്റ് 82 83 വർദ്ധിക്കുക, അല്ലെങ്കിൽ 81 കുറയും. ഇതിന് വലിയ കഴിവല്ല, അതിന്റെ പേരാണ് സംസ്കാരം. അന്ന് നിങ്ങൾക്ക് ബുദ്ധി വന്നൊന്നല്ല. രണ്ടാം ദിവസം വന്ന് നിങ്ങൾ അച്ഛന്റെ പേരും പറഞ്ഞു, നിങ്ങളുടെ പേരും പറഞ്ഞു, ഞാൻ വരുന്നത് കൊട്ടാരക്കര, അതും കൂടെ പറഞ്ഞു, മതി. 3 പറഞ്ഞു. ഞാനൊക്കെ ക്ലാപ്പായി. ചിലർ പറയും ഒന്നും സംസാരിച്ചില്ല. വലിയ സംസാരിക്കുന്ന മാണിപ്പോൾ നിങ്ങൾ ക്ലാപ്പ് ചെയ്യണ്ട, കേട്ട് മടുത്തു. പാവങ്ങളായിട്ട് ആദ്യ ദിവസം സംസാരിക്കുന്നവർ ക്ലാപ്പ് ചെയ്യണം. നടന്ന ദിവസത്തിനാണ് ഞാൻ ഇന്നും സൂചിക്കുന്നത്. 3 സ്റ്റെപ്പ് എടുത്ത് തറയിൽ വീണു. അപ്പൊ ഞാൻ പറഞ്ഞില്ല അയൽക്കത്ത് കുട്ടികൾ ഓടിക്കളിക്കാന്ന്. എന്റെ കുട്ടി എടുത്ത് 3 വെച്ച സ്റ്റെപ്പാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്റെ ജീവിതത്തിൽ, ആണോ ഇല്ലേ? അന്ന് ഞാൻ ടി വി ഒന്നും കണ്ടില്ല. അന്നത്തെ ആ കളി ഇതെന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നവള് ചെത്തും, അത് വേറെ കാര്യം. അതിന് ആദ്യം നടന്ന ആ 3 സ്റ്റെപ്പാണ്. ഐ സെലിബ്രേറ്റ് ദാറ്റ്. നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലോകത്ത് ആര് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഈ കൈ വെറുതെ വെച്ചോണ്ടിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുക്കാനാണ്. എന്തിനാണ്? കാരണം വേറെ ആരും തട്ടില്ല. ഇങ്ങനെ വീട്ടിലൊക്കെ പോയാൽ മിററിന് മുമ്പിൽ സൂപ്പർ എന്ന് പറയാം. അതും കക്കൂസെ പോയി ചെയ്യുന്നതാണ് സേഫ്. കാരണം ഭാര്യയ്ക്ക് പൈസ കൊടുക്കാനൊന്നും കാണത്തില്ല. സൂപ്പറാ ഇന്ന് നീ ചെയ്തത്, സൂപ്പർ. അതേപോലെ ചിന്തിച്ചില്ലേ, സൂപ്പർ എന്ന് പറയാം. ചിന്തയെന്നാണ് തുടങ്ങുന്നത്, ബിസിനസ് ഒന്നും അല്ല. ചേഞ്ച് യുവർ വേർഡ്സ്, ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ഫീലിംഗ്സ്, ചേഞ്ച് യുവർ ബിഹേവിയർ, ചേഞ്ച് യുവർ ലൈഫ്. ഇതാണ് ഓർഡർ. എല്ലാകത്തുനിന്ന് താജ്മഹൽ അകത്തുനിന്നാണ് ഉണ്ടായത്. ഇതേപോലെ നിങ്ങൾ ടോക്ക് ടു യുവർ സെൽഫ് ബ്യൂട്ടിഫുള്ളി, ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചേ പറ്റും. സാർ എന്താ സാർ തിരിച്ചും ഈ ലക്ക്, ഹാർഡ് വർക്ക് മോശം, ലക്ക് കറക്റ്റാണ്, ലവ് യുവർ സെൽഫ്. മറ്റേ ഞാൻ എന്താ സെൽഫിഷാണ്? ഒരാൾ ചത്ത് കിടക്കാണ്. അപ്പൊ നേരെ പോയി എന്തിനാ ഇയാൾ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ മറ്റവൻ പറഞ്ഞു കാലത്ത് 6:30 പോയി. ഇത്രയാണ്. അപ്പൊ ഇവൻ പറഞ്ഞു ഇവിടെ കിടക്കുന്നേ ഇത്. അപ്പൊ ഇത് മനസ്സിലാക്കി கொஞ்சம் വ്യത്യാസമാണ്. തമിഴ് വ്യത്യാസം വെച്ചാൽ വേറെ ടൈപ്പാണ്. അപ്പൊ വ്യത്യാസമാണ്. സാർ കാലത്ത് 6:30 പോയി എന്ന് പറഞ്ഞു. ആണല്ലേ? ഓ, പോയ ആൾക്ക് നിങ്ങൾ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു, അടുപ്പ് വാങ്ങിച്ചു കൊടുത്തു, സ്വർണം വാങ്ങിച്ചു കൊടുത്തു, ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, സെന്റ് അടിച്ചു കൊടുത്തു, സ്പാ ചെയ്ത് കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. പോയവൻ എന്താ ചെയ്തത്? പോയതാണോ നിങ്ങൾ? നിങ്ങൾക്ക് വല്ലതും ചെയ്ത അതിന്റെ പേരാണ് സ്നേഹം. കാരണം അതിന് നിങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ല, സ്വർണം കൊടുക്കാൻ പറ്റില്ല, കാറ് കൊടുക്കാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിന് കൊടുക്കാൻ പറ്റുന്ന നല്ല വാക്ക്. അതിനാണ് തമിഴിൽ പിന്നെയും തിരുവള്ളുവർ പറഞ്ഞു സെൽവത്തുൾ ചെൽവം ചെവിച്ചെൽവം. തമിഴിലെ കാലെന്നാണ് പറയുന്നത്. അപ്പൊ തിരുവള്ളുവർ ചിലപ്പോൾ മലയാളി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സെൽവത്തുൾ ചെൽവം, ധനങ്ങളിൽ ഏറ്റവും വലിയ ധനം നല്ല വാക്കുകൾ. സെൽവത്തുൾ ചെൽവം ചെവിച്ചെൽവം. ആ ചെൽവം സെൽവത്തുൾ എല്ലാം തലൈ.
1000 കോടി കൊടുത്ത തൊലഞ്ഞു നിൽക്കും റോട്ടിൽ. ഉള്ള സ്വത്ത് മൊത്തം തൊലഞ്ഞ് റോട്ടിൽ നിൽക്കാണ്. പഠിപ്പിച്ചതാണ്. പൊട്ടനെ കുടുംബത്തിനെ റോട്ടിൽ വേണം നിർത്തി എല്ലാം എന്ത് കൊടുത്താലും തൊലഞ്ഞു നിൽക്കും. നല്ല വാക്കുകൾ കൊടുത്താൽ മാത്രം മതി. ഇല്ലാത്ത സ്ഥലത്ത് ഒരു സാമ്രാജ്യം ഉണ്ടാക്കി 1000 പേര് അവൻ രക്ഷപ്പെടുത്തും. നിങ്ങളെ മാത്രമൊന്നല്ല. വാക്കിനാണ് ശക്തി. വാക്കുകളെ മാറ്റാം. ചേഞ്ച് യുവർ വേർഡ്സ്. നമ്മളൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന വേർഡൊക്കെ പുറത്ത് പറയുമ്പോൾ ഐ എം സ്മാർട്ട് എന്നൊക്കെ പറയും. അകത്ത് എവിടെ സ്മാർട്ട്? ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പഴയ ഓട്ട റെക്കോർഡ്. ഇത് ഇന്നും ഇന്നലേക്ക് ഉണ്ടായതല്ല. ആദ്യത്തെ സ്ഥാനത്ത് കിടക്കുന്നത് ഭയം. അതാണ് ഞാൻ താഴെ വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പേടിച്ചത്. ആദ്യത്തെ സ്ഥാനം ഭയം. ഇസ് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഇസ് ഫിയർ. ഒരു ദിവസമൊക്കെ റെഡിയാക്കി എടുത്തിട്ട് കാര്യമില്ല. പെർമനന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ഡെയിലി വേർഡ്സ് ചേഞ്ച് യുവർ ബിഹേവിയർ. 10th ഡേ നിങ്ങൾ ഇവിടെ വന്നാൽ 82, 81 കുറഞ്ഞുകൊണ്ടേ വരും. ആണോ? കുറഞ്ഞുകൊണ്ടേ വരും. 10th ഡേ 72 ആയി. 10th ഡേ നിങ്ങൾ സ്റ്റേജിൽ വന്നു, ഇങ്ങനെ വന്നു. യുവർ മൈക്രോ എക്സ്പ്രഷൻ ഇസ് ബ്യൂട്ടിഫുൾ. കാരണം ഭയമല്ല, ഫോബിയ അല്ല. ഫിയർ ഓഫ് യുവർ സബ് കോൺഷ്യസ് ഇസ് നോട്ട് കോൾഡ് ഫിയർ, ഇറ്റ് ഈസ് കോൾഡ് ഫോബിയ. ഫിയർ ഓഫ് അൺനോൺ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റൈലായിട്ട് സംസാരിച്ചു, അടിപൊളിയായിട്ട് സംസാരിച്ചു, എല്ലാ പോയിന്റും ക്ലീൻ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പൊ നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ കമ്പനിയിൽ ബോസ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത്രയും സ്മാർട്ട് എന്ന് പറഞ്ഞില്ല വിനോദം എന്നല്ലേ? വിനോദം എന്ന് പറഞ്ഞു. ഇവൻ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏത് പൊട്ടനും കുട്ടപ്പനാവാൻ 10 ദിവസം മതി. അങ്ങനെയൊക്കെ ഞാനായത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ആവുന്നില്ല. എന്തോ ഭയങ്കര സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട ആരും. നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ജോലി ആൾക്കാരെ സത്യമായിട്ട് വിശ്വസിക്കും. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർസെൽഫ് ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്മാർട്ട് ആൾക്കാരെ സ്മാർട്ടാക്കാൻ താല്പര്യമേ ഇല്ല. ഒന്നുമില്ലാതെ അനാഥനായി നിൽക്കണം. ലോകത്ത് എല്ലാം ഉണ്ടായിട്ട്, അച്ഛനും അമ്മയും എല്ലാം ഉണ്ടായിട്ട് മനസ്സില്ലെങ്കിൽ അവനാണ് അനാഥ. ആരുമില്ലാതെ മനസ്സുണ്ടെങ്കിൽ രാജാവാണ്. ദ ഓൺലി അസറ്റ് ദാറ്റ് യു ക്യാരി ടിൽ യുവർ ഡെത്ത്. ലാസ്റ്റ് ബ്രെത്ത് വരയ്ക്കും നിങ്ങൾക്കുള്ള ആകെ അസറ്റ് തന്നു കഴിഞ്ഞു. ഇനി സ്വത്ത് തന്നില്ല, വീട് തന്നില്ല, പറമ്പിന്റെ മുൻഭാഗം അവന് കൊടുത്തു, എനിക്ക് പുറകെയാണ് തന്നത്. പറയാൻ തുടങ്ങിയിട്ട് 45 കൊല്ലായി. അച്ഛൻ മരിച്ചിട്ട് 35 കൊല്ലായി. ഇവനിഞ്ഞ് മരിക്കാൻ 5 കൊല്ലേ ഉള്ളൂ. ഇത് പറയാൻ തുടങ്ങിയിട്ട് പരാതി പറഞ്ഞു 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 അത് ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. താങ്ക് മനസ്സുണ്ടെങ്കിൽ വിളിക്കുക. പൊന്നേന്നേ വിളിക്കാവൂ. ഒരു പേര് വെക്കണം. എന്നെന്ന് വിളിക്കാം. നല്ല പൊന്നെ എന്ന് വിളിക്കുമ്പോൾ അടുത്ത ചേട്ടൻ വിളിച്ചോ, എന്നിട്ട് ഒരു പെൺകുട്ടിയോ പൊന്നെ വിളിക്കണം. ഞാനൊക്കെ ഡെയിലി വിളിക്കും. ഞാൻ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ടൈം മോശമൊന്നുമല്ല. ഞാൻ പുറകെ ഇരിക്കുമ്പോൾ എല്ലാം വിചാരിച്ച് ഞാൻ എന്താ ടൈം കളയുന്നത്. ഐ ടോക്ക് ടു മൈസെൽഫ്. സത്യം പറഞ്ഞ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ത്രില്ലാണ്. അപ്പൊ നിങ്ങൾ പറയും മാണിപ്പോൾ നുണ പറയും. ട്രൈ ചെയ്ത് നോക്ക്. ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് അകത്താണ്. അതുകൊണ്ടാണ് ചിലവർ ഋഷികേശും അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. വിളിച്ചാലും വരത്തില്ല. ഒന്നിച്ചവരാണ്. ലോകത്ത് ഏറ്റവും വലിയ ചില പ്ലഷറൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന്റെ പേരൊക്കെ എക്സൈറ്റ്മെന്റ് ആണ്. എ ഗേൾ ക്യാൻ എക്സൈറ്റ് യു, എ ബോയ് ക്യാൻ എക്സൈറ്റ് യു. എക്സൈറ്റ്മെന്റിനൊക്കെ ഈ ലെവലേ ഉള്ളൂ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം വേറെയാണ്. അതൊക്കെ അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. ഒരു പെണ്ണിന്റെ അടുത്തുള്ള, ഒരു ആണിന്റെ അടുത്തുള്ള ആ എക്സൈറ്റ്മെന്റിന്റെ ലെവൽ അതെന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പറ്റില്ല. പറ്റത്തില്ല. There are feelings you cannot explain. You can only experience. അതൊന്ന് ട്രൈ ചെയ്ത് കളയരുത്. ഓക്കെ, നിങ്ങളുടെ കമ്പനിയൊക്കെ വലിയതായി വരട്ടെ. എൻ്റെ ടൈം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കഴിഞ്ഞാൽ പറയണേ. ഞാനിങ്ങനെ അറിയാതെ 6 മണിക്കൂർ സംസാരിക്കും. ഇനി എത്ര നേരം ഉണ്ട്? അല്ല പറയണം കറക്റ്റ്. 10 minutes. ഓക്കെ. സോ വാട്ട് ഐ ആം ഗോയിങ് ടു ടെൽ യു. സോ ചേഞ്ച് യുവർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചേഞ്ച് യുവർ. എനിക്ക് ഐ കാൻ ടേക്ക് ഓൾ ദ സബ്ജക്ട്സ്. ഐ എം ഓൺലി ഗിവിംഗ് യു ദ റിയൽ ക്രക്സ്. ഇനി ഇന്നോട്ട് ചെയ്യേണ്ട ഹോംവർക്ക് തരാം. ഒറ്റ പോയിന്റ് ഞാൻ കാലത്ത് പറഞ്ഞോളൂ. ഒറ്റ പോയിന്റ്. ഐ എം സ്ട്രോങ് എന്ന് പറയാം. എങ്ങനെ പറയാം? ഐ എം കോൺഫിഡൻറ്റ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്താ അറിയാത്ത കാര്യം കാണും. സാർ ഇതൊക്കെ ഞാൻ എത്ര കാലമായി ഇതൊക്കെ. ഒരു വിരലുകൊണ്ട് ഒരാളെ ഇരുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഒരു വിരലുകൊണ്ട് ഒരാളിങ്ങനെ ഇരുത്താൻ പറ്റും. നല്ല ചിരിയാണ്. അതുകൊണ്ടാണ് വിളിച്ചത്. നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നീ എന്നെ തിരിച്ച് തല്ലില്ല എന്ന് അറിയാം. ഇങ്ങോട്ടോ യോ ഗുഡ് നെയിം നബി. ഇവിടെ അടിക്കുന്ന പോലെ കാണിച്ചാൽ നമ്മുടെ റോട്ടിൽ വരുന്ന അങ്ങനെ അടിക്കില്ല. അതേപോലെ അടിക്കരുത്. ക്യാമറ കാണിക്കരുത്. ഇതൊന്നും ക്യാമറയിൽ വെറുതെ അടിക്കുന്ന പോലെ ഒന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അടിക്കരുത് എന്ന് പറഞ്ഞു. നീ നേരെ നില്ല. എന്തെങ്കിലും തോന്നിയാൽ അത് ഇരുന്നോളണം. ഞാൻ മിനിമം പവറാണ് തരാൻ പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്.
ലോക്ക് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സറണ്ടർ ആകാം. ഓക്കെ, അടിക്കുന്ന പോലെ കാണിച്ചു, അടിക്കുന്ന പോലെ കാണിച്ചു, ഇങ്ങനെ കൊണ്ടുപോവാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ആൾക്കാർ അടികൊള്ളും, പഠിച്ചവർ അടികൊള്ളില്ല. അവർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരുന്നു. ഒറ്റ വരല ഇദ്ദേഹത്തിന് എണിക്കാൻ പറ്റുന്നത് പറ്റും. ഞാൻ ചിരിച്ചോണ്ടാണ് ഒറ്റ വരല. ഇതെന്തിനാന്ന് കൂടെ കാണിച്ചു. കാരണം കണ്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കത്തില്ല. വെറുതെ ഒരു പെണ്ണിനെ കൈ പിടിച്ച് വലിക്കുന്നു, അതേപോലെ എൻ്റെ കൈ വലത്തെ കൈ അല്ലല്ലോ, ഇവിടെ പിടിച്ചു എനിക്ക് 26 അടവ് എത്ര നമ്മളൊന്ന് ശക്തി എന്ന് വേണ്ടി. സിനിമയിലാണ് വരുന്ന ടൈമൊക്കെ വേസ്റ്റ് ആയത്. ഒന്ന് തൊട്ടാൽ മതി, തൊടുന്ന സ്ഥലത്ത് ഒക്കെ ടൈം വേസ്റ്റ്. അതൊക്കെ ഇതെന്തിനാണ് ഞാൻ മാണിപ്പോൾ ഇങ്ങനെ കാണിച്ചത്? ഞാൻ വലിയ ശക്തി എന്ന് കാണിക്കാനാ. ഒരു വിരലിന് ശക്തി കിട്ടണമെങ്കിൽ ആംഗിൾ കറക്റ്റാണ്, പിടുത്തം കറക്റ്റാണ്. നിങ്ങൾ പറയുന്ന വാക്ക് താങ്ക് യു, പ്ലീസ്, നെയിം, ഇതൊക്കെ മാജിക് വേർഡ്സാണ്. അതിന് നമ്മളെല്ലാം സോറി എങ്ങനെ പറയുന്നത്? അവൻ്റെ കാല് ചവിട്ടിയിട്ട് സോറി, ഇതിന് നല്ലത് പറയാതിരുന്നാൽ മതിയായിരുന്നു. പ്ലീസ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഹേയ് പ്ലീസ് എന്ന് പറഞ്ഞ വാക്കിന് ദ പ്ലീസസ് 7 മാർക്കേ ഉള്ളൂ. സൗണ്ടിന് 38 മാർക്കാണ്. ഈ വിരലിന് 1 മാർക്കേ ഉള്ളൂ, 7 മാർക്കേ ഉള്ളൂ. ബോഡി ലാംഗ്വേജ് 55 മാർക്സ്. ആ ആംഗിളിന് 55, ആംഗിളിന് 55, ഓൾഡിന് വേറെ, ഇത് വേറെ. ഇതിന് 7 മാർക്കേ ഉള്ളൂ. ഒരു വിരലുകൊണ്ട് ഇരുത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പ്ലീസ് കൊണ്ടും പറ്റില്ല. ഐ എം ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓരോ വാക്കിനും ഭയങ്കര ശക്തിയുണ്ട്. When you tell your name, when you ask their name, when you listen to them, it's all magnetic. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിപ്പോയാൽ അവരെ മനസ്സിൽ ജന്മം മൊത്തം കിടക്കണം. മനസ്സിൽ കയറിയാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ചെവിയിലും കണ്ണിലും കയറിയവരൊക്കെ പുറത്തിറങ്ങിപ്പോകും. മനസ്സിൽ കയറിയവർ അവിടെ തന്നെ കിടക്കും. ദേ ക്രിയേറ്റ് എൻ ഇമ്പാക്ട്. പഠിക്കണം നല്ല കാര്യങ്ങളൊക്കെ. 12 കൊല്ലം 18 കൊല്ലം എന്താ പഠിക്കേണ്ടതെന്ന് പോലും പഠിച്ചില്ല. ഇതൊന്നും ആരും നമ്മളെ പഠിപ്പിച്ചില്ല. വേണ്ടിയ കാര്യങ്ങളൊന്നും നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. വാട്ട് ഈസ് ആങ്കർ? ആങ്കർ മോശം എന്നാണ് വിചാരിക്കുന്നത്. ആങ്കർ നല്ലതാണ്. ഗെറ്റ് ആങ്കർ അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് ടെമ്പർമെന്റ് ആൻഡ് ദ റൈറ്റ് തിങ്. ഇതേ എൻ്റെ ഓഫീസിൽ എൻ്റെ റൈറ്റ് ഹാൻഡ് മാനാണ്. എൻ്റെ ഓർഡർ പോയി, ദേഷ്യം വരില്ലേ? ഞാൻ ദേഷ്യപ്പെട്ടു, എല്ലാം ദേഷ്യപ്പെട്ടിട്ട് വാട്ട് എന്താ ഇതിന് നല്ല നിനക്ക് കൊന്നോടറേ നിനക്ക് എല്ലാം പറഞ്ഞു. ഇറങ്ങി പോകുമ്പോൾ നബി 1 മിനിറ്റ് അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അച്ഛൻ ICU തന്നെ സാറേന്ന്. എനിക്കറിയാം എൻ്റെ അച്ഛൻ ICU കിടന്നതല്ലേ, ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. മിക്കവാറും നാളെ ജനറൽ റൂമിൽ കൊണ്ടിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിച്ചോളാം. ഓക്കെ നബി, ടേക്ക് കെയർ. ഇങ്ങനെ പറഞ്ഞു. നബിയുടെ ഞാൻ ദേഷ്യപ്പെട്ടത് സത്യം തന്നെയാണ്. ഇറങ്ങിപ്പോയത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ്. നമ്മളെല്ലാം ദേഷ്യപ്പെടുമ്പോൾ ഒരു കാര്യത്തിലല്ല ദേഷ്യപ്പെടുന്നത്, മൊത്തത്തിലാണ് ദേഷ്യപ്പെടുന്നത്. ചിലരൊക്കെ ദേഷ്യപ്പെടുമ്പോൾ അവൻ്റെ കുടുംബമേ അങ്ങനെയാണ്. നീ അവനെ വല്ലതും അവൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മേനെ വിളിക്കേണ്ട വല്ല ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ആരോ തെറ്റിപ്പഠിപ്പിച്ചിരിക്കല്ലേ. ഐ ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് ആംഗ്രി വിത്ത്. കാരണം he also knows I will get angry, but when he leaves the room, he will think that I am the best man in the world. ഞാനിവന് ഇദ്ദേഹത്തിന് 4 പേരെ മുമ്പിൽ ദേഷ്യപ്പെട്ടില്ല, എൻ്റെ മുറിയിൽ തന്നെ പേഴ്സണലായിട്ട് ദേഷ്യപ്പെട്ടു. ഇറങ്ങി പോകുമ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചുളിവുണ്ടായിരുന്നില്ല. When he went out, he thought he had the best boss in this world. ആരാണ്? He had the best boss. ഇദ്ദേഹത്തിന് എനിക്ക് വേണ്ടി പണിയെടുക്കാനുള്ള താല്പര്യം ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. കമ്പനിയിൽ ലോസ് വരുത്തി, എന്നാലും എന്നെ നാണം കെടുത്തിയില്ല, 4 പേര് മുമ്പിൽ നാണം കെടുത്തിയില്ല. എല്ലാം കഴിഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടും ഇറങ്ങി പോകുമ്പോൾ സ്നേഹം കാണിച്ചിട്ടാണ് വിട്ടത്. ഭാഗ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബോസ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ വലം കൈയാണ്. ഈ വലം കൈകളൊക്കെ നിങ്ങൾ ടീച്ചർ വിളിച്ചു കഴിഞ്ഞാൽ ടീം ക്യാപ്റ്റൻ നല്ല കഴിവുണ്ടായിട്ട് കാര്യമുണ്ടോ? ഗോളി ഇങ്ങനെയാണ് നിൽക്കുന്നത്, അടിച്ചോടെ എൻറ്റയർ ടീം സെറ്റ് യുവർ ടീം വിത്ത് എ ടോൺ ഓഫ് അട്രാക്ഷൻ. എന്താണ് വേണ്ടിയത്? അട്രാക്ഷൻ ടോൺ എടുക്കണം. ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അകത്ത് പോയി വാക്കണം. താങ്ക് യു, ദേഷ്യമൊന്നുമില്ലല്ലോ. ചോദിച്ചതിൽ പോയിന്റ് ഉണ്ട്. ഞാൻ ആക്ട് ചെയ്തതെന്നും അദ്ദേഹത്തിന് അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്താൽ പറഞ്ഞു വെച്ചത്. അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും ചോദിച്ച് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? മാണിപ്പോളുടെ ക്ലാസ് കൊള്ളാം, അയ്യോ ചെറിയ അഹങ്കാരിയാന്ന് പറയും.
എന്നെ പറ്റി അഭിപ്രായം. കാരണം സബ് കോൺഷ്യസിൽ അങ്ങനെ പോയി റെക്കോർഡാവും. കോൺഷ്യസ് മൈൻഡ് എല്ലാം പറക്കും. അതിനാണ് തമാശയ്ക്ക് പോലും ആൾക്കാരെ കളിയാക്കരുത്. ലൈറ്റ് പോകുന്നൊന്നും നിങ്ങളുടെ തലയ്ക്ക് ആരെങ്കിലും അടിക്കും. അവനാണ് നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. കാരണം അവൻ എന്തെങ്കിലും ലൈറ്റ് പോട്ടിട്ട് ഇങ്ങനെ തലയ്ക്കിട്ട് അടിക്കട്ടെ എന്നിട്ടാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ അവനെ എടാ പൊട്ട ഇങ്ങോട്ട് വാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ തന്നെ അങ്ങനെയൊക്കെ വിളിക്കും. അടിക്കിട്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ തന്നെയാണ്. ഇനി കെയർഫുൾ ആയിരിക്കുക. വീട്ടിൽ പോയി കൊച്ചുങ്ങളെ കൊച്ചാക്കരുത്. അവൻ വലുതോ നമ്മൾ ചെറുതോ. അച്ഛാ ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇരിക്കാൻ മക്കളെ. കെയർഫുൾ ആയിരിക്കുക. പഠിപ്പിച്ചതെല്ലാം അവർ ഓർത്തിരിക്കും. From the subconscious mind, be very careful. So if you want to change your behavior, if you want to change your life, change your behavior. And if you want to change your behavior, change your feelings. And when you want to change your feelings, change your thoughts. And if you want to change your thoughts, adopt good words. I'm powerful, I'm confident. മനസ്സിന് മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് ഫീൽ ഇറ്റ്. ഏറ്റവും നല്ല പിക്ചർ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന പിക്ചറിനെ കൊണ്ടുവന്ന് വെക്കണം. എവിടെയൊക്കെ നിങ്ങൾ ജയിച്ചോ, 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ ജയിച്ച പിക്ചറിനെ എടുത്ത് കൊണ്ടുവന്ന് വെക്കണം. വെച്ചിട്ട് ഐ എം ദിസ്, ഇവിടെ ഇത്രയും സ്ട്രോങ് ആണ്, അങ്ങനെ കയ്യിൽ ഉമ്മയൊക്കെ കൊടുക്കണം. നാണം വരുന്നുണ്ടോ? ചെയ്യണ്ട, പോയി അനുഭവിക്കണം. കാരണം നിങ്ങളുടെ മനസ്സിന് ഇംഗ്ലീഷ് അറിയത്തില്ല. ഫീലിങ്സ് തൊട്ടാൽ മതി, ഫീലിംഗ് ആണ്. ഐ എം ഓൾറെഡി ത്രോയിങ് എനർജി. സെക്കൻഡ് പറയേണ്ടത് ഐ എം ഗുഡ് ആൻഡ് ഐ എം ക്ലീൻ. കുറ്റബോധം വരാതിരിക്കുക. കാരണം കുറ്റബോധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പോലും അറിയാതെ നാളെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മുഖം മാറും. ആണോ ഇല്ലേ? നിങ്ങൾ മറന്നാലും മുഖം മാറില്ല. ആ പേടിയുള്ള മുഖം ഉണ്ടാവും. കുറ്റബോധം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ വല്ലവരും നിങ്ങൾ വല്ലതും തെറ്റ് കാണിച്ചു കാണും, അല്ലെങ്കിൽ വല്ലവരും നിങ്ങളുടെ അടുത്ത് തെറ്റ് കാണിച്ചു കാണും. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് തൊട്ട് കാണും നിങ്ങൾ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ. അതൊക്കെ എല്ലാവർക്കും നടക്കും. പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമില്ല, ആൺകുട്ടികൾക്കും നടക്കും. ഇതൊക്കെ അവിടെ റെക്കോർഡായി കിടക്കും. 10-40 കൊല്ലമായിട്ട് കിടക്കും. എത്ര കൊല്ലമായിട്ട്? ഇപ്പം നിങ്ങൾക്ക് 40-50 വയസ്സുണ്ടാവും. എന്നാൽ അത് നമ്മളെ ഹേർട്ട് ചെയ്യും. ബിക്കോസ് യുവർ കോൺഷ്യസ് മൈൻഡ് കനോട്ട് റിമെമ്പർ എനിത്തിങ് ആൻഡ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് കനോട്ട് ഫർഗെറ്റ് എനിത്തിങ്. ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് നേരത്ത്, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ എൻ്റെ മാർക്കറ്റ് ചെയ്യണം, കറക്റ്റ് നേരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മുഖത്ത് നല്ലൊരു മോന്ത ഉണ്ടാവും. തമിഴിൽ പറയും തിരുട്ടുമുളി, കള്ളൻ്റെ ലക്ഷണം. കറക്റ്റായിട്ട് മുഖത്ത് വരും. മൈക്രോ എക്സ്പ്രഷനിൽ അത് കയറി വരും. നിങ്ങൾ പോലും അറിയേണ്ട ആവശ്യമില്ല. ഇന്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ എല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്തു. അകത്ത് കിടക്കല്ലേ കുറ്റബോധം, പേടിയും കുറ്റബോധം കിടക്കല്ലേ. രണ്ടും വന്നപ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നത്. അവൻ നോക്കുന്നത് മാർക്കറ്റിങ്ങിന് ഒരു പൊട്ടനെയാണ്. ഇവനെ എടുത്ത് അവനെ അറിയും കമ്പനി പൂട്ടാൻ 3 ദിവസം മതി. സാർ ഐ വിൽ വർക്ക് സാർ, ഐ വിൽ ഡു എവറിത്തിങ് സാർ, ഐ വിൽ ഹാർഡ് വർക്ക് സാർ. എല്ലാം നീ എന്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ആർക്ക് എന്ത് വേണം? അവൻ്റെ കമ്പനി നടത്തണം, അല്ല പൂട്ടാനല്ല നിൽക്കുന്നത്. നെക്സ്റ്റ്, all the time tell yourself I am clean, I am good. എന്താ പറയേണ്ടത്? I am clean. ലോകത്ത് എല്ലാവരും അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു പയ്യൻ എൻ്റെ അടുത്തുനിന്ന്, എഞ്ചിനീയറിംഗ് കോളേജിൽ പയ്യൻ, എൻ്റെ ക്ലാസ് തുടങ്ങി ആ കാലത്ത് എൻ്റെ അടുത്തൊന്ന് പറയും, സാറേ എനിക്ക് സാറിൻ്റെ അടുത്ത് എനിക്ക് കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞത് എന്താ? സാർ ആരടുത്തും പറയരുത്. ഞാൻ പറഞ്ഞു പറയണം, ധൈര്യമായിട്ട് പറയാം. ഞാൻ പറയില്ല, പറയാം. നമ്മുടെ CET കോളേജിൽ 98-99 അവരെ കോളേജിന് അവർ ക്യാമ്പസ് സെൻറ്റർ ട്രെയിനിങ്ങിന് പോയതാണ്. സത്യത്തെ ആരടുത്തും പറയരുത്. ഞാൻ വിചാരിച്ചു ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. സാർ അവിടെ പോകും, ശരി അങ്ങോട്ട് പോകും എന്നിട്ട് സാർ ആദ്യം പറയരുത്. അവൻ പറഞ്ഞത് ഇതാണ്, പെണ്ണുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഫീലിംഗാണ്. ഞാൻ പറഞ്ഞു ഇതന്നെയാണ് എൻ്റെയും പ്രോബ്ലം. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫീലിംഗ് അല്ലെങ്കിൽ പറയാം, അതാണ് പ്രോബ്ലം. കാരണം ഫീലിംഗ് അല്ലെങ്കിൽ വല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഫീലിംഗ് ഇല്ലെങ്കിൽ പിന്നെ ഇന്നലെ ജീവിച്ചിരിക്കില്ല. അവൻ്റെ അടുത്ത് ഇതെല്ലാം അവന് പറ്റിയ പ്രശ്നം. അവൻ ചെന്നൈയിൽ നിന്ന് വന്ന പയ്യനാണ്. അവൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചു ആണോ, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോഴാണ് അവൻ അത് അസൂയായിട്ട് മാറിയത്. നിങ്ങൾ വിചാരിച്ചു ഞാൻ വെറുതെ പറഞ്ഞു തന്നു. ഞാൻ ഈ പറഞ്ഞ തമാശയിൽ ഈ സാധനത്തിന് ഞാൻ മൊത്തത്തിലാണ് ഊരിയത്. അവനിന്ന് ABB എന്നുള്ള കമ്പനിയിൽ സ്വിറ്റ്സർലൻഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ച് ഞാൻ തമാശ പറഞ്ഞു തന്നു. തമാശയ്ക്ക് മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകാൻ പറ്റൂ. സീരിയസ് ആയിട്ട് സംസാരിച്ച് ഇവിടെ നിന്ന് കളയും. വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ, ഏത് തെറ്റ് ചെയ്തിരുന്നാലും ആര് നിങ്ങളെ ക്ഷമിച്ചില്ലെങ്കിലും നിങ്ങളെ ക്ഷമിച്ചേ പറ്റൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ മരണം വരെങ്കിൽ ജീവിച്ചേ പറ്റൂ. ആണോ ഇല്ലേ? ക്ഷമിക്കണം. ഇനി ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യരുത്.
നിങ്ങൾ 10 കൊല്ലം മുമ്പ് ഇതേ ഒരു എന്താണ് പ്രാഞ്ചേട്ടനിൽ ഇവൻ സ്റ്റേജിൽ കയറുമ്പോൾ മറ്റൊരു എത്ര കാലം മൊത്തം പ്രാഞ്ചേട്ടനെ പൊട്ടനാക്കി പറഞ്ഞയച്ചു ആണോ ഇല്ലേ? ആരെങ്കിലും നിങ്ങളുടെ 10 കൊല്ലം മുമ്പ് ചെയ്ത കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കൊല്ലാൻ തോന്നില്ലേ? അതിന് നിങ്ങൾ മാത്രം എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിട്ടുകളയണേ. ഇനി ഇങ്ങോട്ട് പറയേണ്ടത് ഐ എം ക്ലീൻ, ഐ എം ഗുഡ്. അതാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഐ എം ക്ലീൻ ആൻഡ് ഗുഡ്. അതിന് പുതിയ പ്രോഗ്രാമായിട്ട് ക്ലീൻ ചെയ്തോളാം. ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യില്ലേ? അല്ലാതെ ഓരോ മഗ് വെച്ചിരുന്ന ഫ്ലഷ് ആവില്ല. ഫ്ലഷ് ചെയ്താലേ ഫ്ലഷ് ആവില്ല. ഓരോ ഫ്ലഷിലെല്ലാം പോയിക്കോളണം. ബിക്കം ക്ലീൻ. ഐ എം ക്ലീൻ, ഐ എം ഗുഡ്, ഐ എം കോൺഫിഡൻറ്റ്. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഐ എം ക്ലീൻ ആൻഡ് ഗുഡ്. മൂന്നാമത്തേത് ഐ എം ഇനഫ്. പൊക്കം വേണമെന്നില്ല, തലമുടി ഒട്ടും വേണമെന്നില്ല. പിന്നെ തലമുടി വിട്ടു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എടുക്കാൻ. മുടിയും തലയും ഭംഗിക്ക് ഒരു പരിധിക്കപ്പുറം ഒന്നുമില്ല. അറിഞ്ഞാ കൊള്ളാം. ഭംഗി കണ്ടിട്ട് കെട്ടും. 3 കൊല്ലം പുറകെ നടന്ന് കെട്ടിയതാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ കോടതി മുമ്പ് നിന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ, കാണാതിരിക്കാൻ വല്ല വകുപ്പുണ്ടാവും. ഈ ഭംഗിയൊക്കെ തീരും. അകത്തിലേ ഭംഗിയുള്ളൂ. അകം ക്ലീൻ ആകുമ്പോൾ ഭംഗി തന്നെ വന്നിരിക്കും. മരണം വരെയും നിൽക്കുക ആ ഭംഗി. പ്രായം കൊണ്ട് വരുന്നതും പ്രായം കൊണ്ടും പോകുന്നതല്ല. ഈ ഒരു ഭംഗിയാണ് സത്യം. ഈ ഭംഗി ഉണ്ടെങ്കിൽ യു കമാൻഡ് ദ ഫോഴ്സ് കോൾ അട്രാക്ഷൻ. എവിടെ പോയാലും ആൾക്കാർ പറയും അദ്ദേഹം പോയാൽ മതി എന്ന് പറയും. ഒരു ദിവസം നിങ്ങൾ ഓഫീസിൽ പോയില്ലെങ്കിൽ സങ്കടപ്പെടും ആൾക്കാർ. ചിലവരൊക്കെ വന്നു എന്നാണ് സങ്കടപ്പെടുന്നത്. നമ്മൾ ഒരു ദിവസം ലീവ് എടുത്താൽ മതി, സാർ ഇന്ന് വന്നില്ല എന്ന് പറയില്ലേ? അതുപോലെ ഞാനല്ല ആവേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ആവണം. പറയണം ഐ എം ഇനഫ്. എന്താ പറയേണ്ടത്? ഐ എം ഇനഫ്. ഈ ഭംഗി മതി, ഈ കളർ മതി, ഇത് മതി. വിജയ് എന്ന് ഒരുത്തനുണ്ട് തമിഴ്നാട്ടിൽ, അറിയോ? 35 കൊല്ലം മുമ്പ് അവനൊക്കെ കാണണമെങ്കിൽ സഹിക്കണം. അവനൊക്കെ 35 കൊല്ലം മുമ്പ് അവൻ്റെ ആദ്യത്തെ സിനിമ വന്നപ്പോൾ ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആലോചിച്ചു ഇവനൊക്കെ സിനിമയിൽ വന്നാൽ എങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ബട്ട് ഇന്ന് ഞാൻ അവൻ്റെ ഫാനാണ്. കോവളത്തിൽ അവന് വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ കട്ടൗട്ട് വെച്ചത്. അറിയുന്നതിനെ അറിയില്ല. ഏറ്റവും വലിയ കട്ടൗട്ട്. വിജയ് ആക്ച്വലി വാസ് വെരി വെരി ബിലോ ആവറേജ്. MGR ശിവാജിയുടെ ഒക്കെ നോക്കുമ്പോൾ, കമലഹാസനോടെ ഒക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല. അന്ന് അവൻ വിശ്വസിച്ചു ഐ എം ബ്യൂട്ടിഫുൾ എന്ന്. ലോകം മൊത്തം അവനെ കളിയാക്കി. ഈ ബിലീവ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇന്നാണ് സത്യമായി. അത്രയേ ഉള്ളൂ. അവന്റെ മുഖം മാറിയിട്ടില്ല, മുടി മാറിയിട്ടില്ല, കളർ മാറിയിട്ടില്ല, പൊക്കം മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദ പെർസെപ്ഷൻ ഓഫ് ഹിം ഫോർ ദ എൻറ്റയർ വേൾഡ് ചേഞ്ച്ഡ്. ടുഡേ ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് he believe that he is beautiful. നിങ്ങൾ ഇന്നോട്ട് ഐ എം ബ്യൂട്ടിഫുൾ എന്ന് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. അല്ലാതെ വല്ലവരും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ബിലീവ് ദാറ്റ് ഐ എം ഇന്റലിജന്റ്, ബിലീവ് ദാറ്റ് ഐ എം ബ്യൂട്ടിഫുൾ, ഐ കൻ ഡു വണ്ടേഴ്സ്, ഐ എം ലക്കി. എന്നൊക്കെ പറയേണ്ടത്? ഐ എം ലക്കി പറയണം. കാരണം നിങ്ങൾ ലക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച ആൾക്കാർ വരും. ഹാർഡ് വർക്ക് നിങ്ങൾ അന്വേഷിച്ച് പോകണം. ഇതാ വ്യത്യാസം. ഉറുമ്പ് നിങ്ങളെ പഞ്ചസാര നോക്കി വരണം. അല്ല പഞ്ചസാര ഉറുമ്പിനെ നോക്കി പോയാൽ കിട്ടത്തില്ല. ഐ എം ലക്കി. ഹാർഡ് വർക്കും ചെയ്യണം. ഐ എം ലക്കി എന്നും കൂടെ പറയണം. ലക്കി എന്ന് പറഞ്ഞാൽ ടെലിപ്പതി എന്നുള്ള സാധനം വർക്ക് ചെയ്യും. ടെലിപ്പതി എന്ന സാധനം വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ മൊബൈലിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു മെസ്സേജ് അയക്കുന്ന പോലെ നിങ്ങളുടെ മൈൻഡ് മെസ്സേജ് അയക്കും. ഈ മൈൻഡ് ഉണ്ടാക്കി മൊബൈലിന് മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് ഉണ്ടാക്കിയ ആൾ ഇതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കാനുള്ള ഒരു ടൂൾ വെച്ചിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ഈ 2000 സാധനത്തിന് ഈ കഴിവുണ്ടെങ്കിൽ ഈ തല ഉണ്ടാക്കിയ ആൾ ഉത്തരമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ വൈഫൈ വേണം. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ മൈൻഡ് വേണം. എന്ത് വേണം? മൈൻഡ് വേണം. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഗുഡ്, ഐ എം ക്ലീൻ, ഐ എം ഇനഫ്, ഐ എം താങ്ക്ഫുൾ. എല്ലാവരുടെ അടുത്തും താങ്ക്ഫുൾ ആയിരിക്കും. ഓടിച്ചിട്ട് തല്ലിയവരടുത്ത് താങ്ക്ഫുൾ ആയിരിക്കും. നാണം കെടുത്തിയവരൊക്കെ താങ്ക്ഫുൾ ആയിരിക്കും. ആരടുത്ത്? കാരണം നാണം കെടുത്തിയവരും ഓടിച്ചിട്ട് തല്ലിയവരും നമ്മൾ ജന്മം മൊത്തം ഓർക്കും. താങ്ക്സ് പറഞ്ഞാൽ അവരവിടെ ഇരിക്കില്ല, ഇറങ്ങി വീടുകളെ. അവരെ വീഴ്ത്താനുള്ള ആകെ വഴി അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവനൊക്കെ നമ്മൾ എന്നാൽ അവന് കാണിക്കാനാണ്. 25 കൊല്ലമായിട്ട് നമ്മളെ നാണം കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്തവരെ മറക്കും, ഹെൽപ്പ് ചെയ്തവരെ മറക്കും, അച്ഛനെ മറക്കും, എല്ലാവരെയും മറക്കും. അല്ലെങ്കിൽ നമ്മളെ നാണം കെടുത്തിയവരെ നമ്മൾ മറക്കില്ല. അവൻ അവിടെ ഇരുന്ന് ഭരിക്കും. അവർക്ക് താങ്ക്സ് പറഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. താങ്ക്സ്. നല്ലവർക്കും താങ്ക്സ് പറയാ, ചീത്തവർക്കും താങ്ക്സ് പറയാ. ലെറ്റ് ദ മെയിൻ ഫോഴ്സ് ഓഫ് യോഴ്സ് ബിക്കം താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഇവിടെ ഫീലിംഗ്. താങ്ക്സ് പറയുമ്പോൾ എല്ലാം കിട്ടിയവരെ താങ്ക്സ് പറയുള്ളൂ. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് തിങ്സ് യു ആർ സോ ഹാപ്പി. ദ ഫീലിംഗ്സ് ചേഞ്ച് ആൻഡ് യു സ്റ്റാർട്ട് അട്രാക്ടിങ് ബ്യൂട്ടിഫുൾ പീപ്പിൾ, വണ്ടർഫുൾ തിങ്സ് ഇൻ യുവർ ലൈഫ്. ഡോണ്ട് ബി അഡമന്റ് ഓൺ യുവർ പ്രോഡക്ട്സ്. ഡോണ്ട് ബി അഡമന്റ് ഓൺ യുവർ പ്രോഡക്ട്സ്. ലെറ്റ് ദ നേച്ചർ ഹാപ്പൻ. നാച്ചുറലായിട്ട് വരുന്നതൊക്കെ വരട്ടെ. നാച്ചുറലായിട്ട് അത് വരും. നിങ്ങളെ നോക്കി അന്വേഷിച്ച് വന്നിരിക്കും. ഞാൻ പറഞ്ഞതിനെ കാര്യമായിട്ട് എടുക്കണ്ട, എന്നാൽ തള്ളിക്കളയരുത്. ഗോ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ബിലീവിങ് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. You are the best person in your life.
താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. ബൈ. Ladies and gentlemen, please give a huge round of